അവൻ ആ വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞു, ചെന്ന് കെട്ടിഞ്ഞാന്ന് ചത്തുകളഞ്ഞു. സഹോദരങ്ങളെ, ഒരിക്കൽ കൂടെ വായിക്കട്ടെ. ഇസ്കറിയോത്ത യൂദയെക്കുറിച്ചാണ്. യൂദ ആ വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞ് ചെന്ന് കെട്ടിഞ്ഞാന്ന് ചത്തുകളഞ്ഞു. ഒരു ആമുഖവും ഒരു പരിചയപ്പെടുത്തലും ആവശ്യമില്ലാത്ത ഒരു വേദഭാഗത്തിൻ്റെ അല്പം ആണ് ഞാൻ എടുത്തത്. എല്ലാ കഷ്ടാനുഭവ വാരത്തെയും വിശുദ്ധ വാരത്തെയും നൊമ്പരപ്പെടുത്തുന്ന ഒരു ഭാഗമാണല്ലോ ഇത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഇത് അത്രമേൽ സുപരിചിതമായ ഒന്നാണ്. ഇന്ന് രാത്രി നിങ്ങൾ ചിന്തിക്കരുത്, ഈ അച്ഛൻ എന്തിനാണ് ഈ ദുരന്തത്തിൻ്റെ വാർത്ത വിശേഷം പറയാനായി സ്വീകരിക്കുന്നത്. ഈ വിശുദ്ധ പുസ്തകം മുറിവേറ്റവരുടെ പുസ്തകമാണ്, ഒപ്പം മുറിപ്പെടുത്തലുകളുടെ പുസ്തകമാണ്. ഈ വേദപുസ്തകം ഓർമ്മകളുടെ പുസ്തകമാണ്, ഒപ്പം ഓർമ്മിപ്പിക്കലുകളുടെയും പുസ്തകമാണ്. അതുകൊണ്ട് ചില പരാജയങ്ങളെ, ചില സങ്കടത്തിൻ്റെ കാഴ്ചകളെ നാം എടുക്കേണ്ടതുണ്ട് ചില പാഠങ്ങളായി. അവർ ലാസ്റ്റ് മിസ്റ്റേക്ക് ഈസ് അവർ ബെസ്റ്റ് ടീച്ചർ എന്ന് പറയാറുള്ളത് പോലെ ചരിത്രത്തിലെ ചില അബദ്ധങ്ങൾ മനുഷ്യവർഗത്തിൻ്റെ പാഠപുസ്തകമാണ്. ഇറ്റ്സ് എ ലെസൺ. അവനെ വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞു, ചെന്ന് കെട്ടിഞ്ഞാന്ന് ചത്തുകളഞ്ഞു. ഒരു ആത്മഹത്യയുടെ വാർത്ത അല്ലേ? നീസാൻ 21 പൗർണമി വട്ടത്തിൽ ഒലിവ് മരങ്ങൾ പൂത്തു നിൽക്കുന്ന ഗത്സമന്റെ താഴ്വരയിൽ ജെറൂസലേം ദേവാലയത്തിൻ്റെ ഭണ്ഡാരപ്പുരയിലേക്ക് ചിതറി വീണ 30 വെള്ളി നാണയങ്ങൾ മനുഷ്യവർഗത്തിന് ചില ഓർമ്മപ്പെടുത്തലുകൾ നൽകുന്നുണ്ട്. അതിനുശേഷം ആ ഹതഭാഗ്യൻ്റെ പടുമരണവും ഈ രാത്രി ഈ വിഷയമാണ്. ചില ആത്മഹത്യകൾ നമ്മളെ ചിന്തിപ്പിക്കുന്നുണ്ട്. അയാൾ എന്തിനിത് ചെയ്തു എന്നാണ്. ആത്മഹത്യകൾ നമ്മളിൽ ഉണ്ടാക്കുന്നൊരു ചിന്ത അതാണ്. ഒരാളുടെ ആത്മഹത്യ എന്ന് പറയുന്നത് അയാളോട് തന്നെ കലഹിക്കുന്നതിൻ്റെ ഇടമാണ് ആത്മഹത്യ. ഒരാൾ അയാളോട് തന്നെ കലഹിക്കുന്ന സമയമാണ് ആത്മഹത്യ. അതൊരു ആത്മസമരത്തിൻ്റെ അന്തിമഘട്ടമാണ്. ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവ് ശൗൽ, ഈ ശൗലിൻ്റെ ബോഡി ബിൽഡപ്പിൻ്റെ കഥയൊക്കെ പറഞ്ഞിട്ടാണ് ഇസ്രായേൽ ചരിത്രം ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ രാജാക്കന്മാരുടെ ചരിത്രം ആരംഭിക്കുന്നത്. തോളിൻ്റെ ഉയരം, മസിലുകളുടെ വലിപ്പം. പക്ഷെ ഗിൽബോവ പർവ്വതങ്ങളുടെ ഉയരങ്ങളിൽ ശൗൽ പട്ടുപോകുന്ന ഒരു സായാഹ്നമുണ്ട്. ശൗൽ എന്തിന് ആത്മഹത്യ ചെയ്തു? എ ഗ്ലോറിയസ് ബിഗിനിങ്, ഒരു മഹത്തായ എൻട്രിയാണ്. ബട്ട് എ ട്രാജിക് ഫിനിഷിങ്. ആ മരണം കണ്ടില്ലേ? വലിയ മനുഷ്യനായി രംഗപ്രവേശം ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ട റാന്നിക്കാരെ, ഈ ശൗലെന്ന് പറയുന്ന മനുഷ്യൻ ഉലഞ്ഞു പോയത് എങ്ങനെയാണ്? നാട്ടുകാർ വഴി കൂടെ പാടിക്കൊണ്ടുപോയ ഒരു പാട്ടിൻ്റെ 2 വരിയിലാണ് അയാൾ ആകെ തകർന്നു പോയത്. ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000. പലതവണ ആ പാട്ടിൻ്റെ പല്ലവികൾ അയാൾ കേട്ടിട്ടുണ്ട്. ഇത്രയുള്ളോ മനുഷ്യൻ? വലിയ മനുഷ്യരൊക്കെ ഈ ഉറുമ്പ് വലിപ്പമുള്ള കാര്യങ്ങളിലൊക്കെ ഉലഞ്ഞു പോകുമോ? നമ്മളും അങ്ങനെയാണ്, ഞാൻ ഉൾപ്പെടെയുള്ളവർ. നന്ദി പറഞ്ഞത് അങ്ങോട്ട് ശരിയായിട്ടില്ല, എൻ്റെ പേര് എടുത്തു പറഞ്ഞിട്ടില്ലല്ലോ, സ്വാഗതം ചെയ്തപ്പോൾ ഇത്തിരി കുറഞ്ഞു. നമ്മളൊക്കെ ഇങ്ങനെയാണോ? ഒരു പാട്ടിൻ്റെ 2 വരിയിൽ ഒരു മനുഷ്യൻ അമ്യൂസിയ എന്ന് പറയുന്നൊരു രോഗമുണ്ട് ചരിത്രത്തിൽ. ഈ മ്യൂസിക് അലർജി ആകുന്ന രോഗമാണ്. വളരെ വിരളം പേർക്കേ ഉള്ളൂ. ചരിത്രത്തിൽ ചില വലിയ മനുഷ്യർക്കൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഈ സമയത്ത് അത് പറഞ്ഞാൽ അത് രാഷ്ട്രീയമായി പോവും, അത് പറയില്ല. 2 വരി പാട്ടിൽ ഒരു മനുഷ്യൻ വീണു തുടങ്ങി മരണത്തിൽ നിന്നും. സാംസൺ, ഷിംഷോൻ, വാട്ട് എ ഗ്ലോറിയസ് ബിഗിനിങ്. ആ മനുഷ്യൻ്റെയും ശരീരഭാഷയുടെ കഥ പറഞ്ഞുകൊണ്ടാണ് ന്യായാധിപന്മാരുടെ ഏടുകൾ മുന്നോട്ട് പോണത്. പക്ഷേ
ഒരു തേരാളിയായി തുടങ്ങിയ ശിംശോൻ ഒരു കോമാളിയായി അവസാനിക്കുകയാണ്. അവസാനം അയാൾക്ക് ശിംശോൻ തന്നെ തീരുമാനിച്ചു, ഇങ്ങനെ കോമാളിയായി തുടരുന്നതിൽ അർത്ഥമില്ല, മരിച്ചേക്കാം. പല പുരുഷന്മാരും അങ്ങനെയാണ്. അകത്തേക്ക് കരയുന്നവർ ശിംശോനെ പോലെയാണ്. തേരാളിയായി തുടങ്ങി കോമാളിയായി അവസാനിപ്പിക്കുന്നുണ്ട് ശിംശോൻ. നാട്ടുകാരുടെ മുമ്പിൽ കോമാളി വേഷം കെട്ടുക. വാട്ട് എ ഗ്ലോറിയസ് ബിഗിനിങ്, ബട്ട് വാട്ട് എ ട്രാജിക് ഫിനിഷിംഗ്. യൂദ മുണ്ടും മടക്കി കുത്തി ഗുരുവിൻ്റെ വാക്കിന് വാളെടുക്കാനും വിളമ്പാനും വലയിറക്കാനും നടന്നൊരു ചെറുപ്പക്കാരൻ. വാട്ട് എ ഗ്ലോറിയസ് ബിഗിനിങ്, എന്നാ തുടക്കമായിരുന്നു. പക്ഷേ ഈ രാത്രി വാട്ട് എ ട്രാജിക് ഫിനിഷിംഗ്. അക്കൽദാമിയുടെ പുൽനാമ്പുകളിൽ ഈ ഗതികെട്ടവൻ്റെ രക്തം ചിതറിത്തെറിച്ചത്, കബന്ധം, ശരീരമൊക്കെ ഛിന്ന ഭിന്നമായത്. അങ്ങനെ ചില ആത്മഹത്യകൾ നമ്മളെ ചിന്തിപ്പിക്കുന്നുണ്ട്. അയാൾ എന്തിനിത് ചെയ്തു? ഇന്ന് രാത്രി നിങ്ങൾ വിചാരിക്കരുത് ഞാൻ ഈ മരണത്തെക്കുറിച്ച് സംസാരിക്കാൻ വന്നതാണെന്ന്. അല്ല, ഒരു പക്ഷേ ഈ മനുഷ്യനും ഇന്ന് രാത്രി എൻ്റെ വിഷയമല്ല എന്ന് കൂട്ടിക്കൊള്ളൂ. നമ്മളിന്ന് രാത്രി ഞാൻ ഒരൊറ്റ വാക്ക് മാത്രമാണ്, ഒരു എലമെൻ്റ് മാത്രമാണ് സ്വീകരിക്കുന്നത് നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാനായി. He throwing down the silver pieces in the temple and then he hanged himself. അയാൾ വെള്ളി നാണയങ്ങൾ മന്ദിരത്തിലേക്ക് എറിഞ്ഞു. 30 വെള്ളി നാണയങ്ങൾ. ചരിത്രത്തിൻ്റെ അങ്ങേ തലക്കിലിരുന്ന് ഈ രാത്രിയോട് സംസാരിക്കുന്നു. അതും ഒരു രാത്രിയാണ്, ഇതും ഒരു രാത്രിയാണ്. ആ രാത്രി ഈ രാത്രിയോട് സംസാരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 30 വെള്ളി നാണയങ്ങൾ, ചിതറി വീണ 30 വെള്ളി നാണയങ്ങൾ. അതിനെക്കുറിച്ച് പറയുന്നത് ജെറൂസലേം ദേവാലയത്തിൽ 12 ഭണ്ഡാരപ്പെട്ടികൾ ഉണ്ടായിരുന്നത്രേ. എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടുള്ളതാണ്. അതിൽ പലതവണ ഓഫറിംഗ് ഉണ്ട്. ഓരോ പാപത്തിനും പ്രത്യേകമായി ഓഫർ ചെയ്യാനുള്ള ഇടങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒറ്റിക്കൊടുക്കുന്നതിന് ഒരു ഭണ്ഡാരപ്പെട്ടിയില്ലത്രേ. അതുകൊണ്ടാകാം അയാളിതിങ്ങനെ എറിഞ്ഞത് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അറിയില്ല അതിൻ്റെ പൂർണ്ണമായൊരു സ്ഥിതി. അതൊന്നുമല്ല നമ്മുടെ വിഷയം. ഇന്ന് രാത്രി പന്തലിൻ കീഴേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഈ 30 വെള്ളി നാണയങ്ങളുടെ കിലുക്കം നമ്മുടെ കാതിൻ്റെ ഓരത്തെവിടെ ഒന്ന് കേൾക്കണം. എന്തോ പറയുന്നുണ്ടത്. ഇന്ന് രാത്രി ഈ പന്തലിൻ്റെ കീഴെ നമ്മുടെ കണ്ണുകളുടെ ചാരത്ത് ഈ നാണയങ്ങളുടെ മഞ്ഞളിപ്പ് ഒന്ന് കാണണം. എന്തോ പറയുന്നുണ്ടത്. 3 കാര്യങ്ങൾ രാത്രി നമുക്ക് വളരെ കൃത്യമായി നമ്മുടെ സമയത്തിനുള്ളിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആലോചന ചോദിച്ച് വളരെ ശാന്തമായി മൃദുവായി ചിന്തിച്ച് ഈ തിരുപുസ്തകം മടക്കി വെക്കണമെന്ന് എനിക്ക് വിചാരമുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. വെള്ളി നാണയങ്ങൾ. ആ രാത്രിയിലിരുന്ന് ഈ രാത്രിയോട് സംസാരിക്കുന്നത് ഒന്നാമത്തെ പാഠം. ഞാൻ പറഞ്ഞില്ലേ, ഇത് മുറിവുകളുടെ പുസ്തകം കൂടിയായതിനാൽ ചില മണ്ടത്തരങ്ങളോ അബദ്ധങ്ങളോ ആണത്. നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തെ പാഠം, ഫസ്റ്റ് ലെസൺ എന്ന് പറയുക, മോർ വി കെയർ മോർ വി ഹെയ്റ്റ് എന്നാണ്. നോക്കൂ, മോർ വി കെയർ മോർ വി ഹെയ്റ്റ്. ഏറെ സ്നേഹിക്കുന്നത് ഏറെ വെറുക്കും. ശരിയാണോ? ഇപ്പോൾ സമയം രാത്രി ഒരു 8:30. വാച്ച് നോക്കരുത്. ഈ രാത്രിയല്ല, ആ രാത്രി എന്ന് കൂട്ടിക്കോളൂ. മർക്കോസിൻ്റെ മാളികയിൽ തിരുവത്താഴത്തിൻ്റെ ആദ്യ കുർബാനയുടെ രാത്രി ഞാൻ നിങ്ങളോടൊരു ചിത്രം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചോട്ടെ. നമ്മുടെ കർത്താവ് അന്ത്യ അത്താഴം കഴിക്കുന്ന ലാസ്റ്റ് സപ്പർ ഡാവിഞ്ചി വരച്ച ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എല്ലാവരും കണ്ടിട്ടുണ്ട്. നമ്മുടെ വീടുകളിലൊക്കെ ചിലപ്പോൾ ഡൈനിങ് ടേബിളൊക്കെ കിടക്കുന്ന മുറിയിൽ ഈ ചിത്രമൊക്കെ വയ്ക്കാറുണ്ട് ചുവരിൽ. നമ്മുടെ അത്താഴമൊന്നും തിരുവത്താഴമല്ല, പലതും ഒടുക്കത്തെ അത്താഴമാണെങ്കിലും വയ്ക്കുന്നത് ഈ പടമാണ്. അല്ലെങ്കിൽ മധ്യശതകങ്ങളിൽ ഒരുപാട് ചിത്രകാരന്മാർ ഈ പടം വർണ്ണത്തിൽ ചാലിച്ചിട്ടുണ്ട് ക്യാൻവാസിലേക്ക്. കർത്താവ് നടുക്കും,
12 അപ്പോസ്തലന്മാർ ഇരുവശങ്ങളിലുമായി. ഇതിൽ ഒരാളെ നിങ്ങളൊന്ന് കണ്ടിട്ടുണ്ടോ? യൂദ, യേശുവിൻ്റെ അല്പം വലത്തായി അയാൾ ഇരിക്കുന്ന ഒരു ശൈലി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് ഇങ്ങോട്ട് നോക്കിയാൽ അതിങ്ങനെയാണ്. കയ്യിലൊരു പണസഞ്ചി ഇങ്ങനെ പിടിച്ചിട്ട് ചങ്കോട് ചേർത്തിട്ട് ഈ വലത്തെ കൈമുട്ട് ഈ തിരുമേശയിൽ അമർത്തി ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ഇപ്പം എനിക്ക് അയാളുടെ മുഖമാണെന്നൊന്നും പറയരുത് ദയവ് ചെയ്ത്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു രംഗമുണ്ട്. ഇന്ന് പോയില്ല, പടം നോക്കണം. ഇത് ഇങ്ങനെ ഇരിക്കുകയാണ് ഗുരുവിൻ്റെ മുഖത്തേക്ക്. അതാണ് ഞാൻ പറഞ്ഞത്. രാത്രി 8:30 എന്ന് കൂട്ടിക്കൊള്ളൂ. അതൊരു ചിത്രത്തിൻ്റെ പശ്ചാത്തലമാണെങ്കിൽ കൂടെ നിങ്ങൾ തുറന്നു വച്ചിരിക്കുന്ന വേദപുസ്തകം ഒരു പേജ് പുറകോട്ട് മറിച്ചാൽ 26:15 ഒരു ചോദ്യമുണ്ട്. ഞാൻ അവനെ കാണിച്ചു തരാം. ഒരു 2 ആഴ്ച മുമ്പിട്ടാണ് കേട്ടോ. നിങ്ങൾ എനിക്ക് എന്ത് തരും? അതൊരു ചോദ്യമാണ്. നിങ്ങൾ നാളെ റാന്നി നഗരത്തിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി കൗണ്ടറിൽ വന്ന് ബില്ല് കിട്ടുമ്പോൾ ഒരു 1500 രൂപയുടെ സാധനം വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾ പറയുമോ, ചേട്ടാ ഒരു 1300 അഡ്ജസ്റ്റ് ചെയ്യോ? പറയോ? ഇല്ല. അന്തസ്സായിട്ട് കാർഡോ കാഷോ നമ്മളെടുത്ത് വീശും. എന്നാൽ അതും വാങ്ങി ആ സാധനങ്ങളൊക്കെ തൂക്കി പിടിച്ച് നമ്മൾ കാറിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ബസ്സിൻ്റെ അടുത്തേക്ക് റാന്നി തെരുവിലൂടെ നടക്കുമ്പോൾ ചില പാവപ്പെട്ടവരൊക്കെ എന്തൊക്കെയോ വിൽക്കാൻ വെച്ചിരിക്കുന്ന ചില സാധനങ്ങൾ അവർ 80 രൂപ 1 കിലോയ്ക്ക് ചോദിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യും? 40 എന്ന് നിരങ്ങും. 60 രൂപയ്ക്ക് നമ്മൾ ഒപ്പിക്കും. നസ്രാണിയുടെ തരിക്കോണം അവൻ്റെ അത്താഴക്കഞ്ഞിക്കകത്ത് മണ്ണ് വാരിയിടാൻ നമ്മൾ ചെയ്യും. ഇതിൻ്റെ അർത്ഥം ബാർഗെയിനിങ് ഈസ് ദ എക്കണോമി ഓഫ് സ്ട്രീറ്റ്. തെരുവിൻ്റെ സാമ്പത്തിക ശാസ്ത്രമാണ് വിലപേശുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് എന്തു തരും? ഒരു വിലപേശലാണത്. ഗുരുവിനെ വിലപേശുന്നു അയാൾ. അങ്ങനെയാണ്. ഈ രാത്രി 8:30 എന്ന് കൂട്ടുന്നില്ലേ? അതിങ്ങനെ നെഞ്ചത്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരാൾ എന്തുകൊണ്ടാണ് ചങ്ങാതി ഒരു സാധനം നെഞ്ചോട് ചേർത്ത് പിടിക്കുക? ഒറ്റ അർത്ഥമേ ഉള്ളൂ. അതിനുമപ്പുറം പ്രിയമുള്ളതൊന്നുമില്ല. ഒത്തിരി സ്നേഹിക്കുന്നതിനെയാണ് ഇങ്ങനെ ചേർത്ത് വിടുക. അമ്മ തൻ്റെ കുഞ്ഞിനെ മാറോടടുക്കി പിടിക്കുന്നു. രാത്രി 8:30 എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരു സാങ്കല്പികമായ സമയമാകാം. നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. ഒരു വെളുപ്പിന് 2 മണി എന്ന് കൂട്ടിക്കൊള്ളൂ. ഹി ത്രോയിങ് ഡൗൺ ദ സിൽവർ പീസസ് ഇൻ ദ ടെമ്പിൾ. വെള്ളി നാണയങ്ങൾ അയാൾ മന്ദിരത്തിൽ എറിഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞാൽ എൻ്റെ ഒറ്റ അർത്ഥമേ ഉള്ളൂ. എനിക്കതിനോട് ഏറ്റവും വെറുപ്പാണ്. നോക്കൂ, രാത്രി 8 മണിക്ക് ചേർത്ത് വച്ചത് വെളുപ്പിന് 2 മണിക്ക് എറിഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞാൽ വെള്ളി നാണയങ്ങൾ നമുക്ക് തരുന്ന ഒന്നാമത്തെ പാഠം, കുഞ്ഞേ, ഏറെ സ്നേഹിക്കുന്നതിനെ ഏറെ വെറുത്തേക്കാം. ഇറ്റ്സ് എ പോസിബിലിറ്റി. നമ്മുടെയൊക്കെ ബന്ധങ്ങൾക്കകത്തേക്ക് വെള്ളി നാണയങ്ങൾ ഒരു കണ്ണാടി പോലെ ഒന്ന് തിരിച്ചു പിടിക്കുമോ? നമ്മുടെയൊക്കെ ബന്ധങ്ങൾക്കകത്തേക്ക് വെള്ളി നാണയങ്ങൾ ഒരു കണ്ണാടി പോലെ തിരിച്ചു പിടിക്കുമോ? ചില കാര്യങ്ങളെ നമുക്ക് അങ്ങോട്ട് മാറ്റിവെക്കാൻ പറ്റുന്നില്ല. ഞാനൊരു മനുഷ്യനെ കുറിച്ച് ഓർക്കുന്നുണ്ട്. നല്ല ഇന്ത്യൻ വ്യോമസേനയിലേക്ക് ജോലിയുള്ള നല്ല സൗകര്യങ്ങളുള്ളൊരു മനുഷ്യൻ. പക്ഷെ വൈകുന്നേരങ്ങളിൽ ഫോറിൻ മദ്യം മാത്രം കഴിക്കും. ദോഷം പറയരുതല്ലോ. ആര് വന്നാലും മേടിച്ചു കൊടുക്കും. 5-6 പേര് കമ്പനി കാണും. മദ്യത്തിൽ മുങ്ങിയ സായാഹ്നങ്ങൾ. 60 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഈ മനുഷ്യന് ക്യാൻസർ വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് ചികിത്സയിലാണ്, RCCയിൽ. അദ്ദേഹം അവിടെ ചികിത്സയിലായിരുന്നു. കീമോതെറാപ്പി ചെയ്യുമ്പോൾ അവിടെയുള്ളൊരു വീട്ടിൽ വിശ്രമിക്കുന്നു. എനിക്ക് പ്രിയപ്പെട്ട ഒരാളായതുകൊണ്ട് ഞാൻ ആ വീട്ടിൽ കാണാൻ ചെന്നു. നാട്ടിൽ നിന്ന് അവിടെ ചെന്നു. വീട് തപ്പിപ്പിടിച്ചു. കോളിംഗ് ബെല്ലിൽ വിരലമർത്തി കാത്തു നിന്നു. വീട് തെറ്റിയിട്ടില്ല. ആൾ കിടക്കണ മുറിയിൽ ചെന്നു. കുഴിഞ്ഞതാണ് കണ്ണുകൾ, വിളറിയ ശരീരം, നേരിയ വിതുമ്പലുള്ളൊരു ചിരി, കൊഴിഞ്ഞുപോയ മുടിയിഴകൾ. അച്ഛാ, എന്നെ ഉണ്ട് വിശേഷം? ഞാനൊന്നും പറഞ്ഞില്ല. എനിക്ക് മരിക്കാൻ പേടിയില്ല അച്ഛാ, മരണാസന്നമാണ്. ഒരു പഴന്തുണിക്കെട്ട് പോലെ ഒരു പഴയ മെത്തയിൽ ആ മനുഷ്യൻ ഇങ്ങനെ കിടക്കുകയാണ്. അച്ഛാ, മരിക്കാൻ എനിക്ക് പേടിയില്ല. ഞാനൊന്നും മിണ്ടിയില്ല. അദ്ദേഹത്തിൻ്റെ ഇന്നലകളെ കുറിച്ച് ഞാൻ ഓർത്തു. മദ്യത്തിൽ മുങ്ങിയ വൈകുന്നേരങ്ങൾ. അച്ഛാ, എനിക്ക് 2-3 പേരോട് സാക്ഷ്യം പറഞ്ഞിട്ട് മരിക്കണം. ഞാൻ വിചാരിച്ചു, എന്നാ പരിപാടി? ഒന്നും മിണ്ടിയില്ല. കൈകളിങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഞാനിവിടെ ഇരുന്നു. അച്ഛോ, എന്നെ തകർത്തിരി നശിച്ച സാധനമാണ്. എനിക്ക് 2-3 പേർ. ഞാൻ വിചാരിച്ചു ക്യാൻസറിനെ കുറിച്ച് വല്ല ബോധവൽക്കരണവും അല്ല. അച്ഛാ, എന്നെ തകർത്തൊരു മദ്യമാണ്.
എനിക്ക് 2-3 മദ്യപാനികളുടെ കുടുംബങ്ങളോട് സാക്ഷ്യം പറയണം. എൻ്റെ പ്രിയപ്പെട്ടവർ, അദ്ദേഹം ആരോടും പറഞ്ഞില്ല. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മരിച്ചു. ഞാൻ പോയി പ്രാർത്ഥിച്ചത് കൊണ്ടാണെന്നൊന്നും അവിടെ ഇരുന്ന് പറയരുത്. സ്നേഹമുള്ളവരെ, ആ വൈകുന്നേരത്ത് അദ്ദേഹം പറഞ്ഞ ഒരു വാചകം എൻ്റെ ചങ്കിൽ ഈ രാത്രിയും പൊള്ളുന്നുണ്ട്. ഈ നശിച്ച സാധനം എന്ന് പറഞ്ഞാൽ, ഇന്നലകളിൽ ഭാര്യയുടെ സ്നേഹത്തെക്കാൾ, മക്കളുടെ സാന്നിധ്യത്തെക്കാൾ അയാൾക്ക് വലുത് മദ്യമായിരുന്നു. ഇന്ന് വൈകുന്നേരം വിളിച്ചു പറയും, നശിച്ച സാധനം. മോർ വി കെയർ, മോർ വി ഹേറ്റ്. ചില ഗതികേടിൻ്റെ വൈകുന്നേരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നൊരു മദ്യപാനി ഈ ഉച്ചഭാഷയുടെ പരിധിയിൽ ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. റാന്നിയിൽ അങ്ങനെയുള്ളവർ വളരെ കുറവാണ്, വളരെ കുറവാണ്. പക്ഷെ ഇന്ന് രാത്രി ഈ വചനം തുറന്നത് എൻ്റെ സ്നേഹിത, നിങ്ങൾ കൂടെ കേൾക്കാനല്ലേ പരിശുദ്ധാത്മാവ്? ഏറെ സ്നേഹിക്കുന്നതിനെ ഏറെ വെറുക്കുന്നൊരു മദ്യപാനം മാത്രമല്ല. ഇന്നലകളിൽ അയാൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ഇന്ന് വൈകുന്നേരം പറയാം ഈ നശിച്ച സാധനം. അല്ല, മറ്റെന്തെങ്കിലും ലഹരിയാകാം, മറ്റെന്തെങ്കിലും വഴിവിട്ട ബന്ധങ്ങളാകാം, കുടുംബത്തിന് പുറത്ത് സുഖം അന്വേഷിക്കുന്ന വഴിവിട്ട ബന്ധങ്ങളാകാം. വീടിന് വെളിയിൽ ആനന്ദം അന്വേഷിക്കുന്നത് അപകടത്തിൽ അവസാനിക്കും. ഭാര്യ അറിയാത്ത ഭർത്താവിൻ്റെ സന്തോഷമാകാം. ഒരു കൂരയ്ക്ക് കീഴെ താമസിക്കുമ്പോഴും ഭാര്യ അറിയാത്ത, ഭർത്താവ് അറിയാത്ത ജീവിത പങ്കാളിയുടെ സന്തോഷമാകാം. കുഞ്ഞുങ്ങൾക്ക് അപ്പ അറിയാത്ത, അമ്മ അറിയാത്ത സന്തോഷമാകാം. ഏറെ ചേർത്ത് പിടിക്കുന്നു, എല്ലാത്തിലും ഉപരിയായി. പക്ഷേ ചില ഗതികേടിൻ്റെ വൈകുന്നേരങ്ങൾ, വെള്ളി നാണയങ്ങൾ ഈ രാത്രി റാന്നിയിൽ ഒരു കണ്ണാടിയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്കും ചങ്ങാതി നിങ്ങൾക്കും. ഇന്ന് രാത്രി പന്തലിന് കീഴിൽ ഇരിക്കുമ്പോൾ അടുത്തിരിക്കുന്നവർക്കറിയാത്ത ചില സന്തോഷങ്ങൾ, സ്വകാര്യ സന്തോഷങ്ങൾ നമുക്കുണ്ടോ? വി ആർ പബ്ലിക്കലി പോളിഷ്ഡ്, ബട്ട് പ്രൈവറ്റ്ലി വി ആർ പോയിസൺഡ്. പബ്ലിക്കലി പോളിഷ്ഡ് കണ്ടാൽ ഒരു കുഴപ്പമില്ല, കണ്ടില്ലേ? വലിയ വലിപ്പമൊന്നും ഇല്ലെങ്കിലും ഈ ഇരിപ്പൊക്കെ കണ്ടില്ലേ, എത്ര രസമാണ്. പക്ഷെ ഈ മിനുസപ്പെടുത്തിയ പുറന്തോടിനുള്ളിൽ ഈ രാത്രി ഓർമ്മിപ്പിക്കുകയാ, ഏറെ സ്നേഹിക്കുന്ന ചിലത് എറിഞ്ഞു കളഞ്ഞേക്കാം. പ്രിയപ്പെട്ടവരെ, 13 പേർ ഒരു കൂട്ടമായിരുന്നു, 12 ശിഷ്യന്മാരും നമ്മുടെ കർത്താവും. മലഞ്ചെരുവിൽ, മലമടക്കുകളിൽ, കടലോരത്ത് അവർ ഒരുമിച്ചായിരുന്നു. പക്ഷേ 13 പേർ അത്താഴമേശയിൽ ഇരിക്കുമ്പോൾ 12 പേർക്കും അറിയാത്തൊരു സന്തോഷം അതിൽ ഒരാളുടെ ഹൃദയത്തിൽ. ഇത് അപകടമാണ്. നമ്മുടെ വീടുകളിലെ അത്താഴമേശകളിൽ ഒരുമിച്ചിരുന്ന് അന്നമുണ്ണുമ്പോൾ പോലും കൂടെ ജീവിക്കുന്നവർക്കറിയാത്ത ചില സന്തോഷങ്ങൾ ഇന്ന് അനേക ക്രിസ്തീയ കുടുംബങ്ങളിൽ പലരും കൊണ്ടു നടക്കുന്നുണ്ട്. ഒരുമിച്ച് അത്താഴമുണ്ണുന്നുണ്ട്, ഒരുമിച്ച് കിടക്ക പങ്കിടുന്നുണ്ട്, ഒരുമിച്ച് ഉണരുന്നുണ്ട്, ഒരുമിച്ച് യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷേ കൂടെ ജീവിക്കുന്നവർ അറിയാത്ത സന്തോഷം. എൻ്റെ സ്നേഹമുള്ളവരെ, പാകമല്ലാത്ത മോഹങ്ങളുടെ ഭാവി മരണമാണ്. ഞാൻ വരി ഒന്നുകൂടെ പറയട്ടെ, പാകമല്ലാത്ത മോഹങ്ങളുടെ ഭാവി മരണമാണ്. യൂദായുടെ മോഹങ്ങൾ പാകമായിരുന്നില്ല. ഞാൻ ഒരു അധ്യായം പറയാം, സംഖ്യാപുസ്തകം 11-ാം അധ്യായം. വെജിറ്റേറിയൻ മടുത്ത ഒരു ജനതയുടെ നിലവിളിയാണ്. മന്ന മടുത്തിട്ട് അവർ എന്തെങ്കിലും ഒന്ന് കടിച്ചു പറിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ കരയുന്നുണ്ട്. ചാപ്റ്റർ ഓഫ് മർമറിങ് ആണ് സംഖ്യ 11. അവര് ഈ ഞങ്ങൾക്ക് വിശക്കുന്നേ, ഞങ്ങൾക്ക് വിശക്കുന്നേ, ഞങ്ങൾക്ക് വിശക്കുന്നേ ഒടുക്കത്തെ കരച്ചിലാണ്. വിശന്നിട്ടല്ല. ഈ 50 നോമ്പൊക്കെ നടക്കുമ്പോഴൊരു 10-26 ദിവസം കഴിയുമ്പം നമുക്കൊരു മരവിപ്പുണ്ടാവുമോ? ഇല്ല, ഇവിടെ ഇല്ല. നല്ല കുറച്ചുകൂടെ നല്ല സ്ഥലമായതുകൊണ്ടാണ്. ആ സമയത്ത് നമുക്കുണ്ടാകുന്നതിൻ്റെ ഒരു ഡബിൾ വികാരമാണ് ഇവർക്കുണ്ടായത്. ഞങ്ങൾക്ക് വിശക്കുന്നേ. പക്ഷെ ഈ കരച്ചിൽ കൂടിയപ്പോൾ ദൈവം ഈ കാടപ്പക്ഷിയെ നിലത്ത് നിന്ന് 3 മുഴ ഉയരത്തിൽ ഇങ്ങനെ കൊടുത്തു. അതെങ്ങനെ പറന്ന് കിടക്കാണ്. എല്ലാവരും പിടിച്ചു. സൺഡേ സ്കൂളിൽ പിള്ളേരോട് നടന്ന് പിടിക്കുകയാണ്. സേവിയ സംഘക്കാർ പിടിച്ച പാടെ പപ്പും പൂടേം പറിക്കുകയാണ്. യുവജന സഖ്യക്കാർ അടുപ്പ് കൂട്ടുകയാണ്, ഫ്രൈ ചെയ്യുകയാണ്. അടിപൊളിയായിട്ട് നോമ്പ് വീട്ടിലൊക്കെ നടത്തുകയാണ്. മന്ന പുല്ല് എത്ര നാളായിട്ട് കഴിക്കാനായത് വെജിറ്റേറിയൻ.
മനുഷ്യന് പരിധിയില്ല. അങ്ങനെ ഇത് പിടിച്ചു, പെറുക്കി, ഫ്രൈ ചെയ്തു, ആർത്തിയോട് ഒരുമിച്ച് വട്ടം ഇരുന്ന് മരുഭൂമിയിൽ കഴിച്ചു എന്ന് പറയാൻ പറ്റില്ല, ചവച്ചു. പക്ഷെ ഇറച്ചി അവരുടെ പല്ലിനിടയിലിരിക്കുമ്പോൾ തന്നെ ഒരു മഹാബാധ ഇസ്രായേലിനെ സംഹരിച്ചു. ആയിരക്കണക്കിന് ആളുകൾ വീണുപോയി, മരണപ്പെട്ടു. മരുഭൂമിയിൽ ഒരു സെമിട്രി, കിബ്രത്ത് ഹത്താവ, സംഖ്യ 11. പ്രിയപ്പെട്ടവരെ, പിടിക്കാനും പെറുക്കാനും പപ്പമൂടെ പറിക്കാനും മസാല പുരട്ടാനും ഫ്രൈ ചെയ്യാനും ചവയ്ക്കാനും പറ്റി, പക്ഷെ ഇറക്കാൻ പറ്റിയിട്ടില്ല. മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിച്ചോട്ടെ. പിടിക്കാനും പെറുക്കാനും ഫ്രൈ ചെയ്യാനും ചവയ്ക്കാനും പറ്റി, ഇറക്കാൻ പറ്റിയിട്ടില്ല. ചില പാകമല്ലാത്ത മോഹങ്ങൾ, ചിലതിൻ്റെ എക്സ്ട്രീമിറ്റിയിൽ വരെ നമുക്ക് പോകാൻ പറ്റിയേക്കാം. പക്ഷെ അതിൻ്റെ അങ്ങേയറ്റത്ത് മരണമുണ്ട്. വെള്ളി നാണയങ്ങൾ, സ്വപ്നങ്ങൾ കൊടുത്തു, കിനാവുകൾ നൽകി, പക്ഷെ അതിൻ്റെ അങ്ങേയറ്റത്ത് മരണമുണ്ട്. സംഖ്യ 11 ഓർമ്മിപ്പിക്കുകയാണ്. അർഹതയില്ലാത്ത സന്തോഷങ്ങൾ ദൈവം തന്നെന്നിരിക്കും കരഞ്ഞാൽ, പക്ഷെ അതിൻ്റെ അങ്ങേയറ്റത്ത് മരണമുണ്ട്. നിസാര കാര്യങ്ങൾക്ക് വേണ്ടി നിലവിട്ട് പെരുമാറരുതെന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന അധ്യായത്തിൻ്റെ പേരാണ് നമ്പേഴ്സ് 11, സംഖ്യ 11. നിസ്സാര കാര്യം, ഇത്തിരി നോൺ വെജ് കഴിക്കാൻ വേണ്ടിയുള്ള പരാക്രമത്തിൻ്റെ റിസൾട്ട് ഒരു സെമിട്രിയാണ്, ഒരു സെമിത്തേരിയാണ്. നമ്മുടെ തീരുമാനങ്ങളുടെ അറ്റത്താണ് സഹോദര സഹോദരി മരണമോ അനുഗ്രഹമോ കിടക്കുന്നത്. ഇന്ന് രാത്രി അത് ഓർക്കുമോ? നമ്മുടെ തീരുമാനങ്ങളുടെ അറ്റത്താണ് മരണമോ അനുഗ്രഹമോ കിടക്കുന്നത്. ഇസ്രായേൽ മക്കൾ ഓർമ്മിക്കുക, കുഞ്ഞെ, കരയാൻ അർഹതയുള്ളതിന് മാത്രമേ കരയാവൂ. ഈ നോൺ വെജിന് വേണ്ടി ഇത്രയും കരയരുതായിരുന്നു കേട്ടോ. പ്രിയപ്പെട്ടവരെ, നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പിടിക്കാനും പെറുക്കാനും ചവയ്ക്കാനും പറ്റി, ഇറക്കാൻ പറ്റിയിട്ടില്ല. ഇറച്ചി അവരുടെ പല്ലിനിടയിലിരിക്കുമ്പോൾ, ഏറെ സ്നേഹിക്കുമ്പോൾ, പാകമല്ലാത്ത മോഹങ്ങളുടെ അങ്ങേയറ്റത്ത് മരണമുണ്ട് എന്ന് ഞാൻ ഒരിക്കൽ കൂടെ ഉറക്കെ പറയട്ടെ. നിലനിൽപ്പിൻ്റെ നിലവിളി ഇസ്രായേൽ മക്കൾക്കുണ്ടായിരുന്നു. പുറപ്പാട് 3-ാം അധ്യായത്തിൽ ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് നിലവിളിച്ചു. ദൈവം അവരെ ഓർത്തു, ദൈവം അവരെ അറിഞ്ഞു. ഒരു വരി പറഞ്ഞോട്ടെ, ദൈവം ഒരാളെ ഓർക്കാനുള്ള ഐഡൻറ്റിറ്റി കാർഡാണ് നെടുവീർപ്പ്. നെടുവീർപ്പെന്ന് പറഞ്ഞാൽ അകത്തേക്കുള്ള കരച്ചിലിൻ്റെ പേരാണ് നെടുവീർപ്പ്. ഒരാൾ എന്തുകൊണ്ടാണ് അകത്തേക്ക് കരയുന്നത്? പുറത്തേക്ക് കരഞ്ഞാൽ നാണക്കേടായതുകൊണ്ടാണ് 1. 2, പുറത്തേക്ക് കരയാൻ പോലും കഴിയാത്തത് കൊണ്ടാണ്. കരയാൻ പോലും അവകാശമില്ലാത്ത വീടുകളിൽ ജീവിക്കുന്നവർ ഒരുപക്ഷെ ഇവിടെ കാണും. നിലനിൽപ്പിൻ്റെ നിലവിളി പുറപ്പാട് 3, നിലമറന്ന നിലവിളി സംഖ്യ 11. നിലനിൽപ്പിൻ്റെ നിലവിളിയുടെ മേൽ ദൈവം അവരെ ഓർത്തു. ദൈവം ഒരാളെ ഓർക്കാനുള്ള ഐഡൻറ്റിറ്റി കാർഡാണ് നെടുവീർപ്പ്. സംഖ്യ 11 നിലമറന്ന നിലവിളിയാണ്. അർഹമല്ലാത്ത ആനന്ദങ്ങളുടെ അങ്ങേയറ്റത്ത് മരണമുണ്ട്. യൂദായുടെ വെള്ളി നാണയങ്ങൾ ഏറെ സ്നേഹിക്കുന്നു, അയാൾ അതിനെ കൊണ്ടു നടക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഓർക്കുക, രാത്രി 8 മണിക്ക് ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന നാണയങ്ങൾ രാത്രി 2 മണിക്ക് എറിഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞ ഒറ്റ അർത്ഥമേ ഉള്ളൂ, സിമ്പിൾ. ഗതികെട്ടുപോകാൻ ഒരു രാത്രി തികച്ചു വേണ്ട. ഇന്ന് രാത്രി നമ്മൾ വിജയിച്ച മനുഷ്യരാ അല്ലേ? ഇന്ന് രാത്രി നമുക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഈ നമ്മുടെ പോക്കറ്റിൽ കിടക്കുന്ന മൊബൈൽ ഫോണിൽ വിരുന്ന് വരുന്ന ഒരു ഫോൺ കോൾ മതിയാവും നമ്മുടെ ജീവിതത്തിൻ്റെ പകിട പമ്പരം പോലെ തിരിഞ്ഞു കറങ്ങാൻ, ഗതികെട്ടുപോകാൻ. ജീവിതം എന്താണ്? അതൊരു പുതിയ ചോദ്യമല്ലല്ലോ. എത്രയോ നാളുകളായി ആളുകൾ അന്വേഷിക്കുന്നു. ആത്മീക സാധകന്മാർ, തത്വജ്ഞാനികൾ. വെട്ടിക്കളയുന്ന മുടിക്കും ചവിട്ടിക്കളയുന്ന പൊടിക്കും ഇടയ്ക്കുള്ളതല്ലേ ജീവിതം? ഇത് രണ്ടും നശ്വരമല്ലേ? വെട്ടിക്കളയുന്ന മുടിക്കും
ചവിട്ടിക്കളയുന്ന പൊടിക്കും ഇടയ്ക്കുള്ളതാണ് ജീവിതം. രണ്ടറിവില്ലായ്മകളുടെ നടുവിലുള്ളതല്ലേ ജീവിതം. ശൈശവത്തിലെ അറിവില്ലായ്മ, നമ്മളൊക്കെ ഇങ്ങനെ അറിവ് കിട്ടി വളർന്നതാണ്. ഇപ്പോൾ ഈ ഇരിപ്പൊക്കെ കണ്ടാൽ നമുക്കറിയാം, ഇഞ്ചി കൃഷി മുതൽ ഇൻ്റർനെറ്റിനെ കുറിച്ച് വരെ അറിയാവുന്ന ആളുകളാണ് നമ്മൾ. അവസാനം ഇനി ഒരു പഴന്തുണിക്കെട്ട് പോലെ ഒരു പഴയ മെത്തയിൽ ചുരുണ്ട് കിടക്കുമ്പോൾ എല്ലാവരെയും അറിയിച്ചോളാൻ പറയും. സ്വന്തം മകൻ തോമസ് കുട്ടി വന്ന് നമ്മുടെ കൈ പിടിച്ച് കുലുക്കി, അപ്പച്ചാ കണ്ണൊന്ന് തുറന്നേ, ഒന്ന് നോക്കിക്കുക, ആരാ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞേ. അറിയില്ല. രക്തത്തെ പോലും തിരിച്ചറിയാത്തൊരു അറിവില്ലായ്മ. ഈ രണ്ടറിവില്ലായ്മകളുടെ നടുവിൽ എൻ്റെ സുഹൃത്തെ നമുക്ക് എന്തറിയാമെന്നാണ്? വെട്ടിക്കളയുന്ന മുടിക്കും ചവിട്ടിക്കളയുന്ന പൊടിക്കും ഇടയ്ക്കുള്ളത് ജീവിതം. രണ്ടറിവില്ലായ്മകളുടെ നടുവിലുള്ള ജീവിതം. രണ്ട് വെള്ളത്തുണിക്കിടയ്ക്കുള്ളതല്ലേ. ഒന്നാമത്തെ ആ രണ്ട് വെള്ളത്തുണിയും തമ്മിലൊരു 10 മീറ്ററിൻ്റെ അകലമില്ല. ഒന്നാമത്തെ വെള്ളത്തുണി പരിശുദ്ധ മാമോദീസായ്ക്ക് ദേവാലയത്തിനകത്തേക്ക് പ്രവേശിച്ചപ്പോൾ മാർത്തോമാ സഭയുടെ പാരമ്പര്യത്തിൽ ദേവാലയത്തിൻ്റെ പ്രവേശന കവാടത്തിൽ അല്ലെങ്കിൽ ദേവാലയത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ മാമോദീസ തൊട്ടിയുണ്ട്. അവിടെ നിന്ന് കോരിയെടുത്ത് തന്നെ ഒരു വെള്ളത്തുണിയിലേക്ക് പൊതിഞ്ഞെടുത്തപ്പോൾ ഒരു വിശുദ്ധ തൈലത്തിൻ്റെ ഗന്ധവും നനുവുമുള്ള ഒരു വെള്ളത്തുണിയിൽ തുടങ്ങിയതാണ്. ആ കുഞ്ഞിനെയും കൊണ്ട് പ്രിയപ്പെട്ട അമ്മ ഗ്രാനൈറ്റ് പാകിയ ആ ദേവാലയത്തിൻ്റെ നടുത്തളത്തിൽ മുമ്പിൽ നിന്നതാണ്. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിപ്പോരുന്നു. പിന്നെ നാട് മുഴുവൻ വിറപ്പിച്ച് നമ്മൾ പടയോട്ടങ്ങൾ നടത്തുന്നു. നമ്മൾ ഉണ്ടായതുകൊണ്ട് റാന്നി ഭൂമി കുലുങ്ങുന്നില്ലെന്ന് പറഞ്ഞ് നമ്മൾ നടക്കുന്നു. അവസാനം പോക്കുവെയിലിൻ്റെ പൊന്നു വീഴുന്ന ഒരു വൈകുന്നേരത്തൊരു മറ്റൊരു വലിയ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് കൃത്യമായി അതേ ചുവന്ന ഗ്രാനൈറ്റിൽ, ഇടവകപ്പള്ളിയുടെ ഗ്രാനൈറ്റിൽ ചെന്ന് നിൽക്കും. ഈ രണ്ട് വെള്ളത്തുണി തമ്മിൽ മാമോദീസ തൊട്ടിയുടെ സ്ഥലം മുതൽ ദേവാലയത്തിൻ്റെ നടുക്ക് ആ പെട്ടി കൊണ്ടുപോയിക്കുന്ന സ്ഥലം വരെയുള്ള ദൂരമാണ്. എത്ര മീറ്റർ ഉണ്ടാവും? ഈ മീറ്ററുകളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ദൂരം. പ്രിയപ്പെട്ട, ജീവിതം എന്താ? വാട്ട് ഈസ് ലൈഫ്? അറിയില്ല, ഇന്നും അറിയില്ല ജീവിതം എന്തോ. സാധാരണ പറയാറുണ്ട്, നമ്മൾ എത്ര ചേർത്ത് പിടിച്ച് ഓടുമ്പോഴും എൻ്റെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലൊരു രാത്രിയുണ്ട്. ഈ ത്രോയിങ് ഡൗൺ ദ സിൽവർ പീസസ് ഇൻ ദ ടെമ്പിൾ. നമ്മുടെ എല്ലാ പ്രിയങ്ങളോടും ചേർന്ന് ന്യായവിധി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഇന്ന് രാത്രി ചങ്കിൽ എഴുതി വയ്ക്കുമോ? നമ്മുടെ എല്ലാ പ്രിയങ്ങളോടും ചേർന്ന് ന്യായവിധി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഇന്ന് രാത്രി നമ്മുടെ ചങ്കിൽ എഴുതി വയ്ക്കുമോ? കാൾ യുങ് എന്ന് പറയുന്ന പഴയ മനഃശാസ്ത്രജ്ഞൻ, റാന്നിക്കാരനല്ലെന്ന് നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ട്. വളരെ അറിവുള്ള ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്, അവർക്കറിയാം സിഗ്മണ്ട് ഫ്രോയിഡിനെയും കാൾ യുങ്ങിനെയും. സൈക്കോളജിയിലെ രണ്ട് പ്രഗത്ഭരായ ആചാര്യന്മാരാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയാം. ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിന് രണ്ട് പകുതിയാണ്. ഒന്നാമത്തെ പകുതി അയാൾ ആളാകാൻ ശ്രമിക്കും, രണ്ടാമത്തെ പകുതി അയാൾ അർത്ഥം കാണാൻ ശ്രമിക്കും എന്നാണ്. കേൾക്കുന്നില്ലേ? ഒന്നാമത്തെ പകുതി എന്ന് പറഞ്ഞൊരു 10-40 വയസ്സ് വരെയൊക്കെ അല്ലേ നമ്മൾ ആളാകാനാണ്. എന്തിനാണ് നമ്മുടെ 20 കഴിഞ്ഞ ചെറുപ്പക്കാരൻ അവൻ്റെ 500cc ബൈക്കിൽ ഒടുക്കത്തെ വേഗതയിൽ കൂടെ റാന്നി ടൗണിൽ കൂടെ പോന്നേ? അവൻ്റെ വല്യമ്മച്ചിക്ക് ശ്വാസം മുട്ടലിന് മരുന്നൊന്നും മേടിക്കാൻ പോവല്ല. എനിക്കിത്ര സ്പീഡുണ്ട്, കൊള്ളാം, പൊക്കോളൂ മോനെ, വണ്ടിയുടെ കീഴിൽ കയറരുത്, ആളാകുക. എന്തിനാണ് നമ്മുടെ പെൺകുട്ടി അല്ലേ 3 ആഴ്ച കൊണ്ട് ഈ ക്രീം തേച്ചാൽ, ഇനി മറ്റേ ക്രീമാണെങ്കിൽ 7 ആഴ്ച, ഇത് രണ്ടും നോക്കി, പിന്നെ ഇത് ഒരുമിച്ച് കുഴച്ച് നോക്കി, അങ്ങനെ തേച്ചതിൻ്റെ പകുതി ഇപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട് പലതും. എന്തിനാണ്? ഈ സൈഡിൽ നോക്കിയ എൻ്റെ ഇടവകയിൽ ഞാൻ തന്നെയാണ്, ഈ സൈഡിൽ നോക്കുവാണെങ്കിൽ ഈ പഞ്ചായത്തിൽ, കുഴപ്പമില്ല തേച്ചോളൂ. നമ്മളൊക്കെ ചെയ്യുന്നതാണ്. ജീവിതത്തിൻ്റെ ഒരു പകുതിയിൽ നമ്മളിങ്ങനെയാണ്. ഒരു പെർഫോമൻസ് ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. എന്തിനാണ് നമ്മുടെ പ്രിയപ്പെട്ട അച്ചായൻ നരഭാഗിയ മുടിയിടൽ കൂടി കറുത്ത ചായമൊക്കെ ഇങ്ങനെ നിലക്കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ശ്രദ്ധയോടെ
വേദപുസ്തകം വായിക്കാൻ കണ്ണ് കാണുകയില്ല. നീ വായിച്ചോടി എന്നാണ് രാത്രി പറയുന്നത്. പക്ഷേ ഇതിന് നല്ല കാഴ്ചയാണ്. ഇവിടെയല്ല, ഞാൻ ബൊളീവിയ, ചിലി അങ്ങനെയുള്ള നാട്ടുകളിലെ കാര്യമാണ് പറയുന്നത്. കുഴപ്പമില്ല. ഇതെന്തിനാണ്? എനിക്ക് പ്രായമായില്ലേ, ഞാനിവിടെ ലൈവാണ് എന്ന് ഇടവക്കാരെയും നാട്ടുകാരെയൊക്കെ ബോധിപ്പിക്കാനാണ്. കുഴപ്പമില്ല. എന്തിനാണ് നമ്മുടെ വീട്ടമ്മ ആൻറ്റി എന്നാൽ പിന്നെ നല്ലൊരു കൺവെൻഷനിൽ ലാസ്റ്റ് ഡേ കിടുക്കാച്ചിയാക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് റാന്നിയിൽ തുണിക്കട പോരാഞ്ഞിട്ട് ഈ മധ്യ തിരുവിതാംകൂറിൽ ഏറ്റവും നല്ല തുണിക്കടയിൽ കയറി ഏറ്റവും അടിപൊളി ഒരു സാരി, റാന്നിയിൽ ഒരു പള്ളിയിലും ആർക്കും ഇല്ലാത്തൊരു കിടുക്കൻ സാരിയൊക്കെ മേടിച്ച് ഫ്ലീറ്റൊക്കെ ഞൊറിഞ്ഞുടുത്ത് ഈ കണ്ടാന്നും പറഞ്ഞ് ഈ പന്തലിലേക്ക് വരുന്നത്. വേറെ കാര്യമൊന്നുമില്ല. എല്ലാവരും ഒക്കെ കുഴപ്പമില്ല, ഉടുക്കണം. ഇത് എപ്പോൾ ഇടിഞ്ഞു വീഴുമെന്ന് പറഞ്ഞിരിക്കുകയാണ് കബോർഡിൽ. അത് ഇടിഞ്ഞു വീണ അപകടം ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോഴത്തെ പേടി. ഉടുക്കാൻ അവസരമില്ലെന്നുള്ളതാണ് ഒരു പരാതി. ഇതൊക്കെ ആദ്യ പകുതിയിലാകാമെന്നാണ്. എന്നാൽ ജീവിതത്തിൻ്റെ ഒരു രണ്ടാം പകുതിയിൽ ഒരു 50 കഴിഞ്ഞാൽ, 50 കഴിഞ്ഞവരിവിടെ അധികമില്ല എങ്കിലും, വാട്ട് ഈസ് ദ മീനിങ്ഫുൾ എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ്? വൈ ആം ഐ ബോൺ? ഞാൻ എന്തിനാണ് ജനിച്ചത്? അതൊരു അന്വേഷണം വേണ്ടതല്ലേ? മനുഷ്യജന്മം കാലാതിവർത്തിയാകുന്നത് ഒരു ഹോമോസാപ്പിയൻസ് എന്നുള്ള വെറും ഒരു ആന്ത്രോപോളജിക്കൽ സ്പീഷീസിൽ നിന്ന് ഹ്യൂമൻ ബീയിങ് എന്നുള്ള വാല്യുബിൾ ഇടത്തേക്ക്, സ്പേസിലേക്ക് നമ്മളെ നയിക്കുന്നവരെന്താ? മനുഷ്യജന്മം കാലാതിവർത്തിയാകുന്നൊരു അർത്ഥം അന്വേഷിക്കുമ്പോഴാണ്. അതാണ് ജീവിതത്തിൻ്റെ രണ്ടാം പകുതി. ശങ്കരാചാര്യര് പണ്ട് പാടിയിട്ടുണ്ട്. സൂക്തമുണ്ട്. അത് ഉപനിഷത്തുകളിലേതാണ്. ബാലസ്ഥാവൽ ക്രീഡാസക്ത, തരുണസ്ഥാവൽ തരുണീസക്ത, വൃദ്ധസ്ഥാവൽ ചിന്താസക്ത. നിങ്ങളിപ്പോൾ പറയുന്നില്ല, ചോറിയയിലെ പാട്ട് പാടിയപ്പോൾ പോലും ഞങ്ങൾക്ക് ഇതിലും മനസ്സിലായി അല്ലേ? ബാലസ്ഥാവൽ ക്രീഡാസക്ത, ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ് ബാലസ്ഥാവൽ ക്രീഡാസക്ത. പിള്ളേർ 10 മുന്നിലിരിപ്പുണ്ട്, മക്കളെ പോയി കളിച്ചോ. എന്നെ സന്തോഷം, മുഖത്തിൽ ലഡുപൊട്ടി. കുട്ടികൾക്ക് ക്രീഡകളാണ് താല്പര്യം, കളിക്കണം. ബാലസ്ഥാവൽ ക്രീഡാസക്ത. തരുണസ്ഥാവൽ തരുണീസക്ത എന്ന് പറഞ്ഞാൽ യൗവനത്തിൽ കൂടെ പോകുമ്പോൾ സൗന്ദര്യമാണ് ഭ്രമം. അറിയാലോ, വിശദീകരിക്കേണ്ട കാര്യമില്ല. വൃദ്ധസ്ഥാവൽ ചിന്താസക്ത, വൃദ്ധതയിലേക്ക് പോകുന്തോറും ചിന്തിക്കുകയാണ്, എന്താണ് ജീവിതം. ഇവിടെ എന്നെ കേൾക്കുന്ന 60 കഴിഞ്ഞവര് കൈവക്കരുത്, കേട്ടാൽ മതി. ഈ റാന്നിയിലൊക്കെ പ്രായമാവും തോറും മൂശേട്ട കൂടി വരുവാണോ കുറഞ്ഞു വരുവാണോ? സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ. കൂടി വരുവാണ്. ശരിയല്ലേ? മരുമക്കൾ കോറസായിട്ട് അവിടെ ഇരുന്ന് പറഞ്ഞു കൂടി വരുവാച്ചു. സത്യമല്ലേ? പ്രായമാവും തോറും പ്രായമുള്ളവരാലോചിച്ചോ, ഇങ്ങനെയാണോ വേണ്ടത്? ജീവിതത്തിൻ്റെ ഒരു സായാഹ്നത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ കൊച്ചുമക്കൾ വീട്ടിൽ വെള്ളം തട്ടി കമഴ്ത്തുകയോ ഭിത്തിയിൽ കുത്തി വരയ്ക്കുകയോ സോഫായെ തലയും കുത്തി നിൽക്കുകയോ ഒക്കെ ചെയ്തേക്കാം. നമ്മളിങ്ങനെ 3-4 ലോകമഹായുദ്ധത്തിന് വെടിമരുന്ന് കത്തിക്കാൻ നിൽക്കാതെ ആ പിലിപ്പ് ലേഖനമൊക്കെ എടുത്ത സോഫായിലോട്ട് ഇരുന്നിട്ട് അയ്യോ വായിക്കണം. പിലിപ്പ് ലേഖനം എടുക്കാവൂ, സഭാപ്രസംഗമൊന്നും എടുക്കരുത്. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ശാന്തമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ശരിയായ ആധ്യാത്മികത. ഒരു സായാഹ്നത്തോട് അടുക്കുമ്പോൾ 60 കഴിഞ്ഞവര് മതി. പ്രിയപ്പെട്ടവരെ, വൈ ആം ഐ ബോൺ? ജീവിതത്തിൻ്റെ അർത്ഥം അന്വേഷിക്കാൻ. ഏറെ സ്നേഹിക്കുന്നതിനെ ആ രാത്രിയോളം അയാൾ കൊണ്ടു നടന്ന തിരുമേശയിൽ പോലും, ഇത്ര പവിത്രമായ ഇടത്തിൽ പോലും അയാളുടെ മോഹങ്ങളെ അയാൾ നെഞ്ചേറ്റി വെച്ചു. പിറ്റേന്ന് പകൽ ഒരാളിങ്ങനെ 33 പറയുന്നുണ്ട്, എറ്റലസ്ഥായി നിവൃത്തിയായി. വിശുദ്ധ ലൂക്കോസ് 12:20 മറന്നു പോകല്ലേ. മൂഢ, ഈ രാത്രി എൻ്റെ പ്രാണനെ ചോദിച്ചാൽ അതിനോട് ചേർത്തെഴുതേണ്ടതല്ലേ? ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവൻ തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ. ഏറെ സ്നേഹിക്കുന്നതിനെ ഏറെ വെറുത്തേക്കാം. പാകമല്ലാത്ത മോഹങ്ങൾ. ബൈബിളിൽ
നമുക്കറിയാമല്ലോ, ഈ യാക്കോബ് കളിച്ച കളി മുഴുവൻ, അമ്മായിയപ്പൻ്റെ അടുത്ത് കളിച്ച കളി മുഴുവൻ റാഹേലിന് വേണ്ടിയിട്ടാണ്. ജീവിതത്തിൽ അയാൾ ഏറ്റവും സ്നേഹിച്ചത് അപ്പൻ ഇസഹാക്കിനേക്കാൾ, അമ്മയേക്കാൾ, ചേട്ടനേക്കാൾ, ലേയേക്കാൾ, റേച്ചൽ, ഒരൊറ്റ പേരാ. ആദ്യമായി കണ്ട നേരം പ്രണയം പ്രാണന്റെ പ്രാണനായി മാറിയ യാക്കോബ്. റേച്ചൽ അയാളുടെ വികാരമായിരുന്നു. 7 വർഷം കഴിഞ്ഞ് കെട്ട് കഴിഞ്ഞപ്പോഴാണ് അമ്മായിയപ്പൻ മാട്രിമോണിയിലിട്ട ഫോട്ടോയല്ല ഇതെന്ന് മനസ്സിലായത്. പെട്ടുപോയി. പിന്നൊരു 7 വർഷവും കൂടെ റബ്ബർ ഷീറ്റ് എടുത്ത് ഉറയൊഴിച്ച് അടിച്ച് ഷീറ്റ് അടിച്ച ഇളയവളെ കെട്ടിച്ച് തരാമെന്ന് പറഞ്ഞെങ്കിലും പുള്ളി റബ്ബർ പാലും എടുത്ത് ഷീറ്റും അടിച്ച് വണ്ടിയും കഴുകിയിട്ട് കൊടുത്തു. എന്നിട്ടാണ് കല്യാണമൊക്കെ നടത്തി കിട്ടിയത്. റേച്ചലിനെ കുറിച്ച് അവസാന നാളുകളിൽ ഫറവോന്റെ മുന്നിൽ പോലും യാക്കോബ് പറയാറുണ്ട്, 35-ാം അധ്യായം മുതൽ പലയിടത്തും, ബെത്ലഹേമിലെത്താൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ എൻ്റെ പ്രാണൻ അവള് എനിക്ക് പോയി. ബെത്ലഹേം എല്ലാ മനുഷ്യരുടെയും സ്വപ്നങ്ങളുടെ ഭൂമിയാണ്. ബെത്ലഹേം എല്ലാ മനുഷ്യരുടെയും കിനാവുകളുടെ ഇടമാണ്. ഒരു വാഗ്ദത്ത ഇടമെന്ന് വിളിച്ചോളൂ. ബെത്ലഹേമിലെത്താൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ നമ്മുടെ ജീവിതത്തിലും എഴുതി ചേർക്കേണ്ടതല്ലേ? റാഹേലിനെ വഴിയിൽ അടക്കേണ്ടി വന്നൊരു യാക്കോബുണ്ട്. വെള്ളി നാണയങ്ങൾ ഓർമ്മിപ്പിക്കുക, വഴിയിൽ ഉപേക്ഷിക്കേണ്ട യാമങ്ങൾ. ഏറ്റവും പ്രിയപ്പെട്ടതിനെ വഴിയിൽ അടക്കേണ്ടി വന്ന പഴയ നിയമത്തിലെ ഏറ്റവും വലിയ വെട്ടിപ്പിടുത്തക്കാരൻ. നമ്മുടെ വെട്ടിപ്പിടിക്കലുകളും തട്ടിപ്പറിക്കലുകളും കെട്ടിപ്പടുക്കലുകളും വരമ്പ് മാന്തലുകളും ആഞ്ഞിലിയുടെ വേരിൻ്റെ അടിയും റബ്ബറിൻ്റെ ഇലയുടെ ഗുസ്തിയും. ബെത്ലഹേമിലെത്താൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ അല്ലേ? ജീവിതം ഇങ്ങനെ ഓരോ ശവസംസ്കാരം ഒരു പാഠപുസ്തകമാണെന്ന് പറയുന്നത് പോലെ നമ്മുടെ വഴിയാത്ര അടുത്തിരിക്കുന്നല്ലോ. ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതിയിടാം എന്നുള്ളത് കിടക്കുന്ന അമ്മച്ചിക്ക് വേണ്ടിയുള്ള പാട്ടാണോ, കാണാൻ ചെന്ന ആൻറ്റിക്ക് വേണ്ടിയുള്ള പാട്ടാണോ? പറഞ്ഞാട്ടെ. നിങ്ങൾ മിണ്ടില്ല. ഞങ്ങൾ മർത്തോമാക്കാരെ ഓർത്തഡോക്സിലെ അച്ഛൻ വന്ന് ലിറ്റർജി പഠിപ്പിക്കരുത്. നിങ്ങൾ പറ, നമ്മുടെ വഴിയാത്ര കൊള്ളാം. ചോദ്യത്തിനോട് ഉത്തരം പറയണം. ഈ പാട്ട് കിടക്കുന്ന അമ്മച്ചിക്ക് വേണ്ടിയിട്ടുള്ളതാണോ, കാണാൻ ചെന്ന ആൻറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണോ? യെസ്. ഈ ലോകത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് സെമിട്രിയാണ്. പ്രകടിപ്പിക്കാത്ത സ്നേഹം അവിടെ കിടപ്പുണ്ട്. സ്ലാബിൻ്റെ കീഴില ജീവിച്ചിരുന്നവർ ചിരിക്കുകയല്ല, റാന്നിയിലും കാണും ഒരിക്കലും ചിരിക്കാത്ത ഐറ്റം. ആലിംഗനം ചെയ്യാത്ത കരങ്ങൾ, ചുംബനം കൊടുക്കാത്ത അധരങ്ങൾ, ഇങ്ങനെ തുറക്കപ്പെടാതെ മടങ്ങിപ്പോകുന്നവർ. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ കുഴിത്തലയ്ക്കല്ല സദറ അത്രമേൽ എനിക്കിഷ്ടമാണ്. അതുപോലെ മറ്റൊന്നുണ്ടോ എന്നെനിക്കറിയാൻ പാടില്ല. ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ. അവസാനത്തെ പാഠം ചില പുസ്തകങ്ങളിൽ വളരെ മനോഹരമായിരിക്കും. അതെ, ഏറെ സ്നേഹിക്കുന്നതിനെ ഏറെ വെറുത്തേക്കാമെന്നൊരു ഓർമ്മപ്പെടുത്തലുമായി വെള്ളി നാണയങ്ങൾ ഈ രാത്രി നമ്മുടെ കാതിൻ്റെ ചാരത്തുണ്ട്. കുഞ്ഞേ, പാകമല്ലാത്ത മോഹങ്ങൾ. ഈ രാത്രി ഇവിടെ ഇരിക്കുന്ന ഇത്ര പേർ ഇവിടെ ആയിരിക്കുന്ന ഞാൻ, നമ്മുടെ ഉള്ളിലേക്ക് നോക്കിക്കേ. ചില വല്ലാത്ത മോഹങ്ങൾ കെടുത്തിക്കളയാൻ പറ്റുന്നില്ല. എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അഗ്നിയെ പോലും ആ കരിക്കട്ട അതിജീവിക്കുന്നുണ്ടെങ്കിൽ, ചില മോഹങ്ങൾ കെടുത്തിക്കളയാനാകാതെ യൂദായുടെ വെള്ളി നാണയങ്ങൾ മറന്നുപോകരുതേ. മോർ വി കെയർ, മോർ വി ഹേറ്റ്. ഗതികെട്ടു പോകാൻ ഒരു രാത്രി തികച്ചു വേണ്ട. 2, നീസാൻ മാസത്തിൻ്റെ പൗർണമി വട്ടത്തിൽ ജെറുസലേമിലെ മഹാദേവാലയത്തിൻ്റെ ഭണ്ഡാരപ്പുരയിലേക്ക് കിലുങ്ങിച്ചിതറിയ നാണയങ്ങൾ.
ആ രാത്രിയിൽ നിന്നുകൊണ്ട് ഈ രാത്രിക്ക് തരുന്ന രണ്ടാമത്തെ സന്ദേശം ടൈം ഓഫ് മിസ്കാൽക്കുലേഷൻസ് എന്നാണ്. കണക്കുകൾ പിഴയ്ക്കുന്നൊരു കാലമുണ്ട്. നോക്കൂ, നമ്മുടെ കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ മാത്തമാറ്റിക്സിന് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് ആർക്കാന്ന് പറയാമോ? നിങ്ങൾ വെട്ടത്തിരിക്കുന്നതുകൊണ്ടാണ്, അങ്ങോട്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. ആർക്കാണ്? എക്കണോമിക്സിന് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് ആർക്കെങ്കിലും പറയാമോ? അതൊന്നും പുസ്തകത്തിലില്ലല്ലോ. 2 പേർക്കാ. 1 ചുങ്കക്കാരൻ മത്തായി, ടാക്സ് കളക്ടർ, പുള്ളി പഴയ എംകോമാണ്. 2 യൂദായ്ക്ക് എക്കണോമിക്സിന് 50-ൽ 49. കാരണം ഒരു ജസ്റ്റ് എക്സാമ്പിൾ, ആ സ്വച്ഛ ജഡമാംസി തൈലം കർത്താവിൻ്റെ ദേഹത്തൊഴിച്ച സുഗന്ധം വാതുക്കലെങ്ങാണ്ട് നിന്ന് ആ പുള്ളിയുടെ മൂക്കിൽ കിട്ടിയതേ ഉള്ളൂ. മണം പിടിച്ചു കയറ്റിയിട്ട് യൂദാ പറഞ്ഞു, ഇത് 300 കാശ് കിട്ടിയാന്, മണം കിട്ടിയാൽ മതി, പുള്ളി എൻ്റെ വില പറയും. മാത്തമാറ്റിക്സിന് 50-ൽ 47, എക്കണോമിക്സിന് 48. ആർക്ക്? യൂദാ. പക്ഷേ ഈ രാത്രി നാണയങ്ങൾ പറയുക, ടൈം ഓഫ് മിസ്കാൽക്കുലേഷൻസ്. ഇത്രയും മിടുക്കനായ, ഇത്രയും പ്രൊഫഷണലായ, ഇത്രയും മിടുക്കനായ ഒരാൾക്ക് എന്തുകൊണ്ടാണ് അയാളുടെ കണക്കുകൾ തെറ്റിയത്? യൂദാ ചിന്തിച്ചത്, എനിക്ക് എൻ്റെ വഴി, എൻ്റെ സ്വപ്നങ്ങളുമായി എനിക്ക് ജൈത്രയാത്ര തുടരാം എൻ്റെ ജീവിതത്തിൻ്റെ പന്ഥാവിൽ. പക്ഷേ ഗുരുനാഥൻ വിലങ്ങ് വയ്ക്കപ്പെട്ടത് കണ്ടപ്പോൾ, ചാട്ടവാറിൻ്റെ സീൽക്കാരം പ്രിയ ശിഷ്യന്റെ കാതുകളിൽ പതിച്ചപ്പോൾ, അകന്നകന്നു പോകുന്ന തമ്പുരാന്റെ യാത്രയും ആ വേദനയും ഗദ്ഗതവും അകലങ്ങളിലെ ആരവവും യൂദായുടെ ചെവി പതിച്ചപ്പോൾ ഭ്രാന്തനായി. കണക്കാകെ പാളിയല്ലോ, കണക്കിങ്ങനെ തെറ്റാമോ? എത്ര വലിയ മിടുക്കൻ്റെയും കണക്ക് തെറ്റിയേക്കാം. വെള്ളി നാണയങ്ങൾ ഓർമ്മിപ്പിക്കുന്നു, ടൈം ഓഫ് മിസ്കാൽക്കുലേഷൻസ്. കണക്ക് തെറ്റിയ മനുഷ്യരുണ്ട്, കണക്ക് തെറ്റിക്കുന്ന ദൈവമുണ്ട്. മനസ്സിലായില്ല? നമ്മളൊക്കെ കണക്ക് തെറ്റിയ മനുഷ്യരാ. പക്ഷെ നമുക്ക് വേണ്ടി കണക്ക് തെറ്റിച്ച ഒരു ദൈവത്തെ അറിയാമോ? UKG പഠിക്കുന്ന ആ മോളോട് ചോദിച്ചാൽ അവൾ പറയും 99 ഈസ് ഗ്രേറ്റർ ദാൻ 1. പക്ഷെ നമ്മുടെ കർത്താവ് ദീർഘകാലം മരയാശാരിയായിരുന്ന ഒരാൾ ഗണിതത്തെ പടിക്ക് പുറത്ത് നിർത്തിയിട്ട് പറയാണ് 99 ഈസ് ലെസ് ദാൻ 1. മനസ്സിലായില്ലേ? കണക്ക് തെറ്റിയതാണോ തെറ്റിച്ചതാണോ? ഈ സദസ്സിൽ നിന്ന് എനിക്കൊരു ഉത്തരം കിട്ടുമോ? പ്രതീക്ഷയില്ല. നമുക്ക് വേണ്ടി കണക്ക് തെറ്റിച്ചതാ. ആ പിറകിലായിപ്പോയ ഒന്നിൽ ഞാനുണ്ട്. പാളിപ്പോയ, ഇടറിപ്പോയ ഞാനുണ്ട്. തമ്പുരാൻ കണക്ക് തെറ്റിച്ചത് കൊണ്ടാണ് നമ്മളുള്ളത്. രാവിലെ 8 മണിക്കും 12 മണിക്കും 3 മണിക്കും 5 മണിക്കും പറമ്പിൽ കൃഷിക്ക് വന്നവന് 6 മണിക്ക് കൂലി കൊടുത്തപ്പോൾ 1000 രൂപ എന്ന് കൂട്ടിക്കൊള്ളൂ. നമ്മളാണെങ്കിൽ ഡിവൈഡ് ചെയ്ത് നമ്മൾ കൊടുത്തേനെ. 5 മണിക്ക് വന്നവനും 1000, രാവിലെ 8 മണിക്ക് വന്നവനും 1000. നിങ്ങൾ പറ, കണക്ക് തെറ്റിയതാണോ തെറ്റിച്ചതാണോ? പറയൂ. തെറ്റിച്ചതാ. തമ്പുരാൻ നമുക്ക് വേണ്ടി കണക്ക് മാറ്റിവെച്ച് കരുണ ചേർത്ത് വെച്ചതുകൊണ്ടാണ്. സ്വർഗരാജ്യം തന്നെ ദാസന്മാരുമായി കണക്ക് നോക്കാൻ വന്ന യജമാനോടൊരു സദൃശ്യം വായിച്ചിട്ടുള്ളതാണ്. എല്ലാവരുടെയും കണക്കൊക്കെ വെട്ടി എഴുതി. 100 പറ 500 പറ ഗോതമ്പ് വെട്ടി എഴുതടേ, 200 എഴുത്. 100 കൂടെ എണ്ണ വെട്ടി എഴുതി നീ 50. അതൊക്കെ ഇങ്ങോട്ട് വായിച്ചിട്ട് ബൈബിൾ അടച്ചു വെച്ചിട്ട് ഇങ്ങനെ കണ്ണടച്ചിരുന്നാൽ ഉള്ളിൽ പതഞ്ഞൊഴുകുന്ന ഒരു ഉത്തരം കിട്ടും. കണക്ക് നോക്കിക്കഴിയുമ്പോൾ കരുണ മാത്രം ബാക്കിയാകുന്നു എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ പേരാണ് സുവിശേഷം. അങ്ങനെ ഇതേ ഉള്ളന്നേ. കണക്ക് നോക്കിക്കഴിയുമ്പോൾ കരുണ മാത്രം ബാക്കിയാകുന്നു എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ പേരാണ് സുവിശേഷം. കണക്ക് തെറ്റിയ മനുഷ്യരുണ്ട്, കണക്ക് തെറ്റിച്ച ദൈവമുണ്ട്. തെറ്റിയതല്ലവൻ, തെറ്റിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, men calculate
ഗോഡ് ഡിസൈഡ്സ് എന്നൊരു പ്രയോഗമുണ്ട് ആംഗലേയ ഭാഷയിൽ. മനുഷ്യൻ കണക്ക് കൂട്ടുന്നു, ദൈവം തീരുമാനിക്കുന്നു. ഞാൻ ചില കൊച്ചു ചോദ്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ ഒറ്റ വാക്കിൽ ഉത്തരം പറയണം. യെസ് ഓർ നോ, അത് മാത്രമേ പറയാവുള്ളൂ. യെസ് ഓർ. എനിക്ക് അച്ഛന്മാരെല്ലാം കൂടെ മുന്നിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്കിങ്ങോട്ട് ചോദിക്കാനും മേല. പിന്നെ ആകെ വെട്ടമുള്ളിടത്തോട്ടൊക്കെ നമുക്ക് ചോദിക്കുകയാണ് യെസ് ഓർ നോ. ഒന്നാമത്തെ ചോദ്യം, ഈ യോനായെ 2 കാലിലും പിടിച്ച് 2 കൈയിലും പിടിച്ച് കപ്പലിലുള്ളവർ വളരെ സ്നേഹപൂർവ്വം താരാട്ട് പാടി കടലിലോട്ടിടുമ്പോൾ യോന ചിന്തിച്ചായിരുന്നു കൃത്യമായിട്ട് ഒരു മത്സ്യം എന്നെ വിഴുങ്ങിയിട്ട് ജീവനോടെ നിനവയ്ക്കുള്ള ഹൈവേയുടെ സൈഡിൽ കൊണ്ട് വൊമിറ്റ് ചെയ്യും, ഛർദ്ദിക്കുമെന്ന് യോന വിചാരിച്ചായിരുന്നോ? യെസ് ഓർ നോ. ഒരു ഉത്തരം പറഞ്ഞേ. കേട്ടില്ല. നോ. ചോദ്യം 2, ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക്, വിശന്നു വലഞ്ഞ സിംഹക്കുഴിയിലേക്ക് വലിച്ചെറിയുമ്പോൾ ദാനിയേൽ ചിന്തിച്ചായിരുന്നു ഈ സിംഹങ്ങൾ വെജിറ്റേറിയൻ ആയിരിക്കുമെന്ന്? പറയൂ. ഇത്ര ശബ്ദം പോരാ. നോ. ചോദ്യം 3, ഏലിയാവ് വിശന്നൊട്ടിയ വയറുമായി കെരീത്ത് തോട്ടിൻ്റെ അടുത്ത് വിശന്ന് പണ്ടാരടങ്ങി ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ ക്ഷാമകാലത്തിൻ്റെ കൊടിയ മൂർധന്യത്തിൽ ആകാശത്ത് പറന്നെടുക്കുന്ന കറുത്ത കാക്കയുടെ വായിൽ തേങ്ങാപ്പൂള് പോലെ ഇരിക്കുന്ന സാധനം തനിക്കുള്ള അപ്പമായിരിക്കുമെന്ന് ഏലിയാവ് മുന്നമേ ചിന്തിച്ചിരുന്നോ? കേട്ടില്ല. എല്ലാത്തിനും നോ എന്നാണ് നിങ്ങൾ പറയുന്നത്. ചോദ്യം 4, അബ്രഹാം ഇസ്ഹാക്കിനെയും കൊണ്ട് മോറിയ മലയിലേക്ക് യാഗം കഴിക്കാൻ പോകുമ്പോൾ യാഗത്തിൻ്റെ യാത്രയിൽ, ആ മോറിയ യാത്രയിൽ അബ്രഹാം ചിന്തിച്ചിരുന്നോ എൻ്റെ കുഞ്ഞിന് പകരം ഒരു കുഞ്ഞാട് അവിടെ ഉണ്ടാകും എന്ന് മുന്നമേ ചിന്തിച്ചിരുന്നോ? കേട്ടില്ല. അതൊരു യെസ് ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ. നോ. യെസ് നോ എന്ന് തന്നെയാണ് ഉത്തരം. കാരണം അത് വ്യക്തമാക്കാം. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് ഈ കത്തി എടുത്ത് പൊക്കി കഴിഞ്ഞിട്ടാണ് ആരെ കാണുന്നത്? ആടിനെ കാണുന്നത്. ഒരിക്കലും ചിന്തില്ല. യഹോവ ഇരേ എന്ന് പറയുന്നൊരു വിശ്വാസം കണ്ണാനുള്ള ഉത്തരമാണ്. ദൈവം കരുതിക്കൊള്ളുമെന്ന് പറഞ്ഞത്. നിങ്ങൾക്കറിയുമോ, അബ്രഹാം നടന്നു പോകുമ്പോൾ അവരുടെ ചങ്കുരുകി തുടങ്ങിയിട്ട് 3 ദിവസം. പക്ഷെ അവിടെയുള്ള ഹോമയാഗത്തിൻ്റെ ആടിൻ്റെ പ്രായം 3 വയസ്സ്. 3 ദിവസം പഴക്കമുള്ള കണ്ണീരിന് 3 വർഷം മുന്നമേ ഒരു ഉത്തരം അവിടെ കരുതിയിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ കൃപ. മോറിയയുടെ കൃപ അതാണ്. ചോദ്യങ്ങൾക്ക് മുന്നേ ഉത്തരവുണ്ട് എന്ന് പറയുന്ന പുസ്തകമാണിത്. നോ അല്ലേ? ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ പറഞ്ഞ ഉത്തരമെല്ലാം നോ 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 എന്നാണ്. അതിൻ്റെ അർത്ഥം എന്നാ? മനുഷ്യൻ്റെ നോയ്ക്കപ്പുറം ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു യെസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, എത്ര നാളായി ചില വിഷയങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു? എത്ര നാളായി ചില പ്രാർത്ഥനാ ഭാരങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങളുടെ ഇടവക പള്ളിയിൽ ആ വിശുദ്ധ മദ്ബഹായുടെ മുമ്പിൽ, പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും ഉത്തരം കിട്ടുന്നത് നോ എന്നല്ലേ? ചില മാസങ്ങളായില്ലേ, ചില വർഷങ്ങളായില്ലേ ചില നോകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ഇതൊക്കെ ഇപ്പം പറഞ്ഞ നോ എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് പറയണം, ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി നോയുണ്ട്, പക്ഷേ ഈ നോയ്ക്കൊക്കെ അപ്പുറം എൻ്റെ കർത്താവിന് എന്നെക്കുറിച്ചൊരു ആ വാക്ക് പറ യേസുണ്ട്. ഇത്ര ശബ്ദം പോരെ, ഉറക്കെ പറഞ്ഞേ യേസുണ്ട്. വിശ്വാസം എന്നൊരു ഇരുട്ടിലൂടെയുള്ളൊരു യാത്രയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കുറേ നോകൾ നമ്മുടെ മുമ്പിൽ വന്നേക്കാം. ടൈം ഓഫ് മിസ് കാൽക്കുലേഷൻ. 75-ാമത്തെ വയസ്സിൽ അബ്രഹാമിനോട് പറഞ്ഞു ഒരു കുട്ടി ഉണ്ടാവും. 75 പറഞ്ഞെങ്കിൽ 77-ലെങ്കിലും കൊടുക്കണ്ടേ, 80-ൽ കൊടുക്കണ്ടേ? ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. 82-ൽ കൊടുക്കണ്ടേ, 83-ൽ കൊടുക്കണ്ടേ? അബ്രഹാം കാൽക്കുലേറ്ററിലിട്ട് കൂട്ടുന്നു, ക്ലോക്ക് നോക്കുന്നു, സാറ കലണ്ടറെ കുത്തി വരയ്ക്കുന്നു, ഒരു രക്ഷയില്ല. 86-ൽ ഒരെണ്ണത്തിനെ കൊടുത്തു ഇസ്മായേൽ. അടിപൊളി, സന്തോഷമായി. ഓ മതി. അപ്പോൾ ദൈവം പറഞ്ഞു, കുഞ്ഞെ ഇത് ഡ്യൂപ്ലിക്കേറ്റാ, വേറെ ഉണ്ട്, ഒറിജിനൽ വരുന്നുണ്ട്. അപ്പോൾ ഉടനെ കിട്ടുമല്ലോ. 88-ആയി, 90-ആയി, 95-ആയി. അബ്രഹാം ക്ലോക്കിൻ്റെ ബാറ്ററി ഊരിക്കളഞ്ഞു, ക്ലോക്കും എടുത്ത് പറമ്പിക്കളഞ്ഞു, കലണ്ടറും കീറിക്കളഞ്ഞു. അബ്രഹാമിൻ്റെ കലണ്ടറും ക്ലോക്കും ഘടികാരവും തോറ്റുപോയെടുത്ത് 100-ാമത്തെ വയസ്സിലൊരു യെസ് ഉണ്ട്. മനുഷ്യൻ്റെ കണക്കുകൾക്കപ്പുറത്ത് പ്രവർത്തിക്കുന്നൊരു ദൈവം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പറയണമേ, മെൻ കാൽക്കുലേറ്റ്, ഗോഡ് ഡിസൈഡ്സ്. മനുഷ്യൻ്റെ കണക്കുകൾ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനമേ, നാം കണക്ക് കൂട്ടുന്ന ചില കാര്യങ്ങൾക്ക് നോ എന്ന് പിന്നെയും ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ നിനക്ക് ദൈവമില്ല, ഇങ്ങനെ ഒരു ദൈവമില്ല എന്നല്ല എൻ്റെ അർത്ഥം.
ദൈവത്തിൻ്റെ പദ്ധതിയുടെ ആഴം. 75 വയസ്സിൽ പറഞ്ഞിട്ട് 100 കൊടുത്തെങ്കിൽ അതുമായിരുന്നില്ല ദൈവത്തിൻ്റെ സമയം. ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ സമയമെന്ന് പറയുന്നത് മോറിയായുടെ ഉയരത്തിൽ കത്തിക്കും കഴുത്തിനുമിടയ്ക്ക് എത്ര സമയം ഉണ്ടാവും? കത്തിയെടുത്ത് വീശാൻ തുടങ്ങുമ്പോഴാണ് ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്. കത്തിക്കും കഴുത്തിനുമിടയ്ക്ക് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ്. നമ്മുടെ PT ഉഷയ്ക്ക് ഹർഡിൽസിൽ ഒളിമ്പിക്സിൽ വെങ്കലം നഷ്ടപ്പെട്ട സമയം സെക്കൻഡിൻ്റെ 100-1 ആ സമയമെന്ന് ഞാൻ പറയും. കത്തിക്കും കഴുത്തിനുമിടയ്ക്ക് ഒരു അപ്പൻ ഒരു മകൻ്റെ, ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ശിരസും ഈ ശരീരവും തമ്മിൽ വേർപെടുത്തണമെങ്കിൽ എത്രമാത്രം ആഞ്ഞു വീശണം. ആ കത്തിക്കും കഴുത്തിനുമിടയ്ക്ക് സെക്കൻഡിൻ്റെ 100-1 ദൈവം ഇടപെട്ടൊരു മോറിയായുടെ ഉയരമുണ്ടെങ്കിൽ 75-ാമത്തെ വയസ്സ് മുതൽ 100 വയസ്സ് വരെ ദൈവം അബ്രഹാം നോക്കിയിരുന്നിട്ട് കലണ്ടർ കീറിക്കളഞ്ഞ ദൈവത്തിൻ്റെ സമയമല്ല, കണക്കല്ല. കത്തിക്കും കഴുത്തിനുമിടയ്ക്ക് ഘടികാരങ്ങൾ തോറ്റുപോകുന്നൊരു സമയമുണ്ട്. കഴുത്തിനും കത്തിക്കുമിടയ്ക്ക് കലണ്ടർ തോറ്റുപോകുന്നൊരു സമയമുണ്ട്. കത്തിക്കും കഴുത്തിനുമിടയ്ക്ക് മനുഷ്യൻ്റെ വിചാരങ്ങൾ തോറ്റുപോകുന്നൊരു സമയമുണ്ട്. അവിടെയാണ് ദൈവം പറഞ്ഞ സമയം. എൻ്റെ പ്രിയപ്പെട്ടവരെ, മെൻ കാൽക്കുലേറ്റ്, ഗോഡ് ഡിസൈഡ്സ്. യൂദായുടെ കണക്ക് മുഴുവൻ പാളിപ്പോയി. എനിക്ക് ബൈബിളിലെ ഏറ്റവും ഇഷ്ടമുള്ളൊരു പേരാണ് മോശയുടെ മകൻ്റെ പേര്. ഒരാൾ ഗർഷോം, പരദേശി എന്നല്ലേ അർത്ഥം. ആരെങ്കിലും പിള്ളേർക്ക് അങ്ങനെ പരദേശി എന്ന് പേരിടുമോ? ഇല്ല. നമ്മളൊക്കെ നമ്മുടെ പിള്ളേർക്ക് നല്ല പേരുകളെ ഇടുള്ളൂ. നിത്യ അല്ലേ, അതുപോലെ സന്തോഷ്, ജോയ്. ഒരിക്കലും ചിരിക്കത്തില്ലെങ്കിലും പേര് ജോയി എന്നായിരിക്കും. ഒരിക്കലും അവനെ കണ്ട സന്തോഷമില്ലെങ്കിലും പേര് സന്തോഷം എന്നായിരിക്കും. നല്ല പേരേ ഇടുള്ളൂ. പക്ഷെ മോശ തൻ്റെ മകനൊരു പേരിട്ടു, ഗർഷോം. ആരെങ്കിലും ഇടും? ഞാനും വിചാരിച്ചിട്ടുണ്ട്, ഈ കണ്ണിച്ചോരയില്ലാത്ത അപ്പൻ എന്നെ ചെയ്താണ് ഈ ചെറുക്കനോട് ചെയ്തതല്ലേ? പക്ഷെ എനിക്ക് ഉത്തരം കിട്ടുന്നുണ്ട്. അപ്പനെ കുറിച്ചൊന്ന് ആലോചിച്ചാൽ മതി, കണ്ണടച്ച് ആലോചിച്ചാൽ മതി. ഈ അപ്പനുണ്ടായപ്പോൾ കരയാൻ പറ്റിയിട്ടില്ല. പിള്ളേർക്ക് കരയാൻ പറ്റിയിട്ടില്ലെങ്കിൽ എപ്പോൾ കരഞ്ഞാലും അമ്മ അങ്ങനെ വാപത്തി പിടിക്കും. കാരണം പുറത്ത് ഫറവോൻ്റെ പട്ടാളക്കാർ വാളുമായിട്ട് കിടക്കുക. കരയാൻ പറ്റിയിട്ടില്ല ഈ അപ്പന്. പിന്നെ അപ്പനും അമ്മയൊക്കെ ജീവിച്ചിരിക്കെ അനാഥനായി വെള്ളത്തിൽ ഇങ്ങനെ പോകുക എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും ജീവിച്ചിരിക്കെ അനാഥനായ കുട്ടിയാണ് മോശ അല്ലേ? പിന്നെ അമ്മയുടെ മടിയിൽ കിടന്ന് പാല് കുടിക്കാനൊക്കെ ഭാഗ്യം കിട്ടി. പിന്നെ എടുത്ത് പാല് കൊടുക്കാൻ കൊടുത്തല്ലോ. പക്ഷെ അമ്മയുടെ മടി കിടക്കുമ്പോൾ പോലും അമ്മയെന്ന് വിളിക്കാൻ പറ്റില്ല. പരദേശിയല്ലേ ഈ മനുഷ്യന്. എന്നിട്ട് കൊട്ടാരത്തിലൊരു 10-40 വർഷം അവിടുത്തെ ചിക്കൻ 65ഉം KFCയും അൽഫഹാമും വേണ്ടെന്നും പറഞ്ഞ് മോശ ഇറങ്ങിപ്പോയിരുന്നു 40 വയസ്സിൽ. എന്നിട്ടൊരു 40 വർഷം 80 വയസ്സ് വരെ ആടുകളെ മേയിച്ച് നടക്കുക ഒറ്റയ്ക്ക്. 80-ാമത്തെ വയസ്സിലാണ് ദൈവം ഇങ്ങനെ ശക്തമായിട്ട് മോശയെ പിടിക്കുന്നത്. അറിയാമല്ലോ, ഈ ജനത്തിൻ്റെ നേതാവാകണം. 80-ാമത്തെ വയസ്സെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കണതിന് ധനം കുഴമ്പൊക്കെ കാല് നീട്ടി ഇങ്ങനെ തേച്ച് തിണ്ണയ്ക്ക് കാല് നീട്ടിയിരിക്കേണ്ട പ്രായമാണ്. സുഖമുള്ള പണിയായിരുന്നില്ല. ഈ ജനത്തിൻ്റെ നേതാവായപ്പോൾ ഇവൻ്റെയൊക്കെ പിച്ചലും മാന്തലും തോണ്ടലും തെറിയും ചീത്തവിളിയും അല്ലേ? വെള്ളം കിട്ടാതെ വരുമ്പോൾ ഡിക്ഷണറിയിൽ ഇല്ലാത്ത ആദ്യത്തെ വാക്ക് മോശയെ വിളിക്കും. കേട്ട് ഈ മനുഷ്യൻ്റെ ചെവി അങ്ങ് തഴമ്പിച്ച്. 40 വർഷമാണ്. അപ്പോഴും മോശയ്ക്കൊരു ആഗ്രഹമുണ്ട്, എന്തെങ്കിലും വാഗ്ദത്ത കനാനിൽ കയറാം. അവസാനം 120-ാമത്തെ വയസ്സിൽ നെബോ പർവ്വതത്തിൻ്റെ ഉയരത്തിൽ കയറ്റി നിർത്തിയിട്ട് മോശയോട് ദൈവം ചോദിച്ചു, മോശ ഹൗ ആർ യു? സുഖമാണോ? പിന്നെ ഒടുക്കത്തെ സുഖമല്ലേ. എങ്കിലും കണ്ണുമങ്ങാത്ത മോശ, ദേഹബലം ക്ഷയിക്കാത്ത മോശയോട് ദൈവം പറഞ്ഞു, നീ ആ താഴ്വരയിലേക്ക് നോക്കിക്കേ. താഴ്വരയിലേക്ക് മോശ നോക്കിയപ്പോൾ ഇതുവരെ കാണാത്ത കാഴ്ച. അങ്ങകലെ വയലറ്റ് പട്ട് പുതച്ചതുപോലെ മുന്തിരിപ്പാടങ്ങൾ പഴുത്ത് കിടക്കുന്നു. അങ്ങകലെ സ്വർണ്ണവർണ്ണമണിഞ്ഞ ഗോതമ്പ് വയലുകൾ കൊയ്ത്തൊരു ഭാഗമായി അങ്ങകലെ യവപ്പാടങ്ങൾ താഴ്വരയിൽ നിരന്ന് കിടക്കാണ്. ലെബനോനിലെ സുഗന്ധത്തിൻ്റെ തൈലത്തിൻ്റെ സുഗന്ധം മോശയുടെ മൂക്കിലേക്ക് അടിച്ചു കയറി. അങ്ങകലെ ഗോഫർ മരങ്ങൾ ആ താഴ്വരയിൽ കനാനിൽ തലയാട്ടി നിൽക്കുന്നത് മോശയ്ക്ക് തോന്നി, എന്നെ വിളിക്കുകയാണ്. അങ്ങകലെ ദേവദാരു മരങ്ങൾ മോശയെ സ്വാഗതം ചെയ്തു. എത്ര മനോഹരം! കഴിഞ്ഞ 120 വർഷമായിട്ട് മരുഭൂമി മാത്രം കണ്ട മോശ ദൈവത്തോട് ചോദിച്ചു, എൻ്റെ അപ്പ ഏതാണ് സ്ഥലം? ഇതുപോലൊരു സ്ഥലം കണ്ടിട്ടില്ലല്ലോ. ദൈവം പറഞ്ഞു, മോനെ ഇതാണടാ നീ സ്വപ്നം കണ്ട വാഗ്ദത്ത നാട്. മോശ ചോദിച്ചിട്ടുണ്ടാവാം, ഞാൻ പൊക്കോട്ടെ താഴോട്ട്? ദൈവം പറഞ്ഞു, നോ നെവർ, ഇവിടെ വെച്ച് മരിക്കും, പിസ്കായിൽ. ഇനി റാന്നിക്കാർ പറ,
പേറ്റുപായ മുതൽ പിസ്ക വരെ ഈ കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യൻ, അയാളുടെ കൊച്ചിന് എന്നെ പേരിടണം? സന്തോഷ് എന്നിടട്ടോ? ജോയ് എന്നിടട്ടോ? ഇല്ല. അയാളുടെ കുട്ടിക്കൊരു പേരിട്ടു, ഗർഷോം, നീ പരദേശി. ഈ ഇരിക്കണ കൊച്ചുങ്ങളുണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ ഒറ്റ പേരേ ഉള്ളൂ, ഗർഷോം. നമ്മുടെ അല്ല, നമ്മളിലൂടെ വന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം നമ്മുടെ കണക്കല്ലല്ലോ. അതുകൊണ്ട് മോശ ഒരൊറ്റ സങ്കീർത്തനയിലേ എഴുതിയിട്ടുള്ളൂ, എൻ പ്രയാണകാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും, വിൺമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും. ഒറ്റ സങ്കീർത്തന, എന്തിനാ കൂടുതൽ? ഒരെണ്ണം മതിയല്ലോ. എല്ലാ മരണവീടുകളെയും വീണ്ടും വിചാരത്തിലേക്ക് ഉണർത്താൻ ഒരൊറ്റ സങ്കീർത്തനം മതി. 90. പടിഞ്ഞാറ് മാസഡോണിയ മുതൽ കിഴക്ക് സിന്ധു നദീതടം വരെ വെട്ടിപ്പിടിച്ച അലക്സാണ്ടർ ചക്രവർത്തി 32-ാമത്തെ വയസ്സിൽ ഒരു മലമ്പനി വന്ന് മരിക്കുന്നത് എല്ലാം വെറുതെയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടത്രേ. വേണ്ട, ബൈബിൾ നോക്കൂ. ഏറ്റവും സുഖിച്ചു പൊള്ളച്ചൊരു മനുഷ്യനുണ്ട്. ആരാണ്? ഏറ്റവും സുഖം അനുഭവിച്ച മനുഷ്യൻ ബൈബിളിൽ. ക്ലൂ തരാം. ഒത്തിരി ഭാര്യമാരുണ്ടായിരുന്നു, ദന്തഗോപുരങ്ങൾ, മണിമാളികകൾ, ആനക്കൊമ്പ് കൊണ്ടുള്ള കൊട്ടാരങ്ങൾ. ചില ആണുങ്ങളൊക്കെ എന്നെ തുറച്ചു നോക്കുന്ന ഒത്തിരി ഭാര്യമാർ പോലും. ഒരെണ്ണത്തിനെ കൊണ്ട് കിടക്കുന്ന പാട്. സോളമൻ, ആ മനുഷ്യൻ അവസാനം ഇങ്ങനെ ആവർത്തിച്ചെഴുതുന്ന, മഷിയുണങ്ങാതെ എഴുതുന്നുണ്ട്, മായ സകലതും ഇത്രയുള്ളൂ എന്നൊരു ഓർമ്മപ്പെടുത്തൽ. പ്രിയപ്പെട്ടവരെ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് വെളുപ്പിന് കരയ്ക്കയിലേക്ക് മടങ്ങി വരുമ്പോൾ ഒരാൾ കരയ്ക്കെന്ന് ചോദിക്കുന്നുണ്ട്, മക്കളെ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല, ഒന്നും കിട്ടിയിട്ടില്ല, നെത്തോലി പോലും ഇവിടെ ഇല്ല. പടകിൻ്റെ വലത്തുഭാഗത്ത് വല വീശിക്കോളൂ. ഒക്കെ അറിയാവുന്നതല്ലേ, വല വീശി അറിയാലോ. എത്ര മീൻ കിട്ടി? 153 കിട്ടി. പോട്ടെ, ഞാൻ ഇവിടെ ചോദിക്കുകയാണ്, എന്നോടും നിങ്ങളോടും ചോദിക്കുകയാണ്, ഈ പന്തലിരിക്കുന്ന ആരെങ്കിലുമാണ് വള്ളത്തെ നിന്നായിരുന്നെങ്കിൽ വീശുമായിരുന്നോ? വലയുടെ കാര്യമാണ്, വീശുമായിരുന്നോ? എൻ്റെ കാര്യം ഞാൻ പറയാം, ഞാനാണ് വീശുകല. കാരണം ഞാനാരാ മോൻ? ഞാൻ 21 വർഷമായി അച്ഛനായിട്ട്. എന്നെ ഇതൊന്നും കൂടുതൽ പഠിപ്പിക്കേണ്ട. ഈ ഓഫീസിൽ ഈ പണി തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ഞാനിതൊക്കെ ഒരുപാട് അച്ഛന്മാരുടെ കൂടെ ഞാൻ സെക്രട്ടറി ആയിട്ടിരുന്നിട്ടുണ്ട്. ഞാനിതൊക്കെ പല അച്ഛന്മാരെയും, കാരണം ഈ വെള്ളത്തിൽ നിൽക്കുന്ന ആരാളാണെന്നറിയാം? വള്ളത്തെ കുഴഞ്ഞിരിക്കണ പാർട്ടി മുക്കുവപ്പണി ഡോക്ടറേറ്റ് ഉള്ള ആളാണ്. ഈ കടലിനകത്ത് ആഗോലി, നെയ്മീന്, ചിരുത, കൊഞ്ച്, കണവ എവിടെയൊക്കെ ഉണ്ടെന്ന് ഈ പുള്ളിക്ക് അറിയാവുന്ന പോലെ ആർക്കും അറിയില്ല. ആ പുള്ളിയാണ് രാത്രി മുഴുവൻ ഒരു നെത്തോല് പോലും കിട്ടാതെ രാവിലെ ഇങ്ങനെ ഉണക്കലടിച്ച് നിൽക്കുമ്പോൾ കരയിൽ നിന്ന് പറയുക, അവിടെ വീശ്, ഇങ്ങോട്ട് മാറി വീശ്. മുക്കുവപ്പണി ഡോക്ടറേറ്റ് ഉള്ള ആൾ കുഴഞ്ഞു നിൽക്കുമ്പോൾ കരയിൽ നിൽക്കുന്ന ആരാന്നറിയാം? ആശാരി, തച്ചൻ. ചുരുക്കത്തിൽ വെള്ളത്തിൽ നിൽക്കുന്ന മുക്കുവനെ കരയിൽ നിൽക്കുന്ന തച്ചൻ മീൻ പിടിക്കാൻ പഠിപ്പിക്കുക. ഞാനാണ് വീശുകല, നിങ്ങളാണെങ്കിൽ വീശുകല. പറഞ്ഞാൽ ഇതെന്നെ കൂടുതലൊന്നും പഠിപ്പിക്കേണ്ട. പക്ഷെ പത്രോസിന് ഈഗോ ഇല്ലായിരുന്നു. പത്രോസിന് ഈഗോ ഇല്ലാത്തതുകൊണ്ട് വീശി. ഞാൻ ഒരു വരി പറഞ്ഞോട്ടെ, നമ്മൾ എത്ര സ്മാർട്ടായാലും എത്ര പ്രൊഫഷണലായാലും മുക്കുവൻ്റെ കണക്കല്ല ജീവിതം, തച്ചൻ്റെ പദ്ധതിയാണ്. ഇന്ന് രാത്രി കേൾക്കുമോ? മുക്കുവൻ്റെ കണക്കല്ല ജീവിതം, തച്ചൻ്റെ പദ്ധതിയാ. നോഹ പെട്ടകമുണ്ടാക്കി, എല്ലാത്തിനെയും അടിച്ചു കയറ്റി. എന്തൊരു ഡിസൈനായിരുന്നു അത്! പക്ഷെ എല്ലാം കഴിഞ്ഞിട്ട് പെട്ടകത്തിൻ്റെ വാതിലടച്ചതാരാ? ദൈവം. വാതിൽ ഒരു സാധ്യതയാണ്. അധ്വാനം മനുഷ്യൻ്റെതാണെങ്കിലും അവകാശം തമ്പുരാൻ്റെതാ. നീ എത്ര മിടുക്കനായാലും എത്ര സ്മാർട്ടായാലും
ആവർത്തിക്കട്ടെ, മുക്കുവൻ്റെ കണക്കല്ല ജീവിതം, തച്ചൻ്റെ പദ്ധതിയാണ്. നമ്മളെത്ര ആഘോഷമായി കണക്കൂട്ടിയാലും കുമാരനാശാന്റെ വീണപൂവ് ആരംഭിക്കുന്നൊരു ആശ്ചര്യത്തിലാണ്. ഹാ പുഷ്പമേ അധിക തുങ്ക പദത്തിലെത്ര ശോഭിച്ചിരുന്നൊരു രാജ്ഞി കണക്ക് നീ, ആശ്ചര്യത്തിൽ ആരംഭിക്കുന്നു. ആ മനോഹരമായ വീണപൂവ് അവസാനിക്കുന്നത് അവനി വാഴ്വ് കഷ്ടം എന്ന് പറഞ്ഞിട്ടാണ്. സങ്കടം, ജീവിതം ഇത്രയേ ഉള്ളൂ. ആശ്ചര്യത്തിൽ അവസാനിച്ചിട്ട് സങ്കടത്തിൽ അവസാനിക്കുന്നു. ഇത്രയേ ഉള്ളൂ മനുഷ്യ ജീവിതം. എല്ലാ ആശ്ചര്യങ്ങളും സങ്കടമായേക്കാം, എല്ലാ ആശ്ചര്യങ്ങളും നിരാശയായേക്കാം. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. സമയം വെള്ളി നാണയങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഏറെ സ്നേഹിക്കുന്നതിനെ ഏറെ വെറുക്കും. 2 കണക്കുകൾ പിഴയ്ക്കുന്നൊരു കാലമുണ്ട്. 3 എയിംലെസ് കൺഫെഷൻ, ലക്ഷ്യമില്ലാത്ത കുറ്റബോധം. വെള്ളി നാണയങ്ങൾ എയിംലെസ് കൺഫെഷൻ. ചോദിച്ചോട്ടെ റാന്നിക്കാരെ, നമ്മൾ ഈ യൂദായെ ഒരുപാട് തെറി വിളിക്കുന്നൊരു ദിവസമുണ്ട്. എന്നാ ദുഃഖ വെള്ളിയാഴ്ച. രാവിലെ വെള്ളയും കറുപ്പും അല്ലെ വെള്ളയൊക്കെ ഇട്ട് രാവിലെ പള്ളിയിൽ വന്ന് പുസ്തകമൊക്കെ ആയിട്ട് വന്ന് അതിഭയങ്കരമായ ഭക്തിയോടെ വന്നിട്ട് പാട്ടുമൊക്കെ പാടി വായനയൊക്കെ വായിച്ച് അല്ലേ, യൂദായുടെ ഭാഗമൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാമോടാ, നാണമില്ലടാ, കഷ്ടം. ആരോട്? യൂദായോട്. ഓ, എന്നെ പരിപാടി നീ ചെയ്ത് എത്ര വർഷമായിട്ട് വിളിക്കുക. ഉച്ച വരെ ഉള്ളൂ. ഒരു 2 മണിയോടെ കഞ്ഞി വിളമ്പും അല്ലേ ആ സമയമല്ലേ? 2 മണി. എനിക്കറിയാം. ആ സമയത്ത് 2 മണിയോടെ കഞ്ഞി വിളമ്പും. അതോടെ നമ്മൾ കഞ്ഞി കുടിച്ച് നോർമലാവും. പിന്നെ അടുത്ത വർഷം പിറ്റേ ദുഃഖ വെള്ളിയാഴ്ച രാവിലെ ചെല്ലും, തുടങ്ങും വിളി. 2 മണിയോടെ കഞ്ഞി കുടിച്ച് നോർമലാവും. ലക്ഷ്യമില്ലാത്ത കുറ്റബോധം. നമ്മൾ കുറ്റപ്പെടുത്തേണ്ട ആൾ. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ആ ദിവസം കരഞ്ഞത് 2 പേരാണ്. പത്രോസ്, he went out of the palace, wept bitterly, പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു. യൂദാ മഹാപുരോഹിതന്മാരുടെ വാതിൽക്കൽ രാത്രി 12 മണിക്കോ ഒറ്റ ആയിരിക്കണം ആഞ്ഞുമുട്ടി. ഒരു വാതിൽ തുറന്നു. എന്നാ വേണം? എൻ്റെ കയ്യിലിരുന്ന് പൊള്ളുക, പണം തിരിച്ചെടുക്കണം, എനിക്ക് വയ്യ, ഭ്രാന്ത് പിടിക്കുന്നുണ്ട് എനിക്ക്. ഒരു വാതിലടച്ചിട്ട് പറഞ്ഞു, പൊക്കോണം, കച്ചവടം കഴിഞ്ഞാണ്. പ്രിയപ്പെട്ടവരെ, 2 വഴിയാണ്. 2 പേരുടെ കരച്ചിൽ. പത്രോസ് കരഞ്ഞത് ആത്മഭാരത്താലാണ്. ആത്മഭാരം അനുതാപത്തിലെത്തും. ആത്മഭാരം ഉണ്ടാകുമ്പോൾ ഒരു മനുഷ്യൻ പറയുന്നത് അയ്യോ ഞാൻ എത്ര പാപി എന്നാണ്. ആത്മഭാരം. ആ പത്രോസ് രക്ഷപ്പെട്ടു. എന്നാൽ യൂദാ കരഞ്ഞത് ആത്മനിന്ദയില്ല. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ആത്മഹത്യ അവിടെയാ. അവനവനോട് തന്നെ കലഹിക്കുകയാണ് ആത്മനിന്ദ. അവനവനോട് തന്നെ പുച്ഛം തോന്നുകയാണ്. ആത്മനിന്ദ ഉണ്ടാകുമ്പോൾ ഒരാൾ സ്വയം പറയും അയ്യോ ഞാൻ എത്ര വിഡ്ഢി, ഇത്രയും പൊട്ടനായി പോയല്ലോ. ആത്മനിന്ദ ആത്മഹത്യയിൽ, ആത്മഭാരം അനുതാപത്തിൽ. 2 കണ്ണീരാ. അതാ ഞാൻ പറഞ്ഞത്, യൂദായുടെ കണ്ണീര് എയിംലെസ് കൺഫെഷനാണ്, ലക്ഷ്യമില്ലാത്ത കുറ്റബോധം. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ, എൻ്റെ സഭയുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ ലുത്തിനിയയിൽ ഒരു ചെറിയ ഭാഗമുണ്ട്. ഒരുവൻ്റെ ശരീരത്തിൽ മരണമെത്തുമ്പോൾ കാലിൽ തുടങ്ങി തല വരെ എത്തുന്നതിനിടയ്ക്ക് അവൻ്റെ മനസ്സ് അനുതാപത്തിലേക്ക് ധൃതിപ്പെട്ടുകൊണ്ടിരിക്കണം. നിങ്ങൾ അടക്കത്തിനും കല്യാണത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് കൊണ്ട് നമ്മൾ കേൾക്കുന്നതല്ലേ. കാലിൽ തുടങ്ങി തല വരെ മരണം തുടങ്ങുന്നത് അവിടെയാണ് പറയുന്നത്. കാലിൽ നിന്നാണ് ഈ തണുപ്പ് മേലോട്ട് വരുന്നത്. അതുകൊണ്ടാണ് അനങ്ങാമയ്യാതെ കിടക്കുന്ന അപ്പച്ചനെയൊക്കെ ചില സമയത്ത് മരുമക്കളിൽ നിന്ന് കാലയിലാണ് നോക്കുന്നത് തണുത്തിട്ടുണ്ടോ എന്ന്. കാലിൽ തുടങ്ങി. ഇത് എത്ര നേരം വേണം അറിയില്ല. അതിൻ്റെ അർത്ഥം ഇഫ് യു ഹാവ് എ പോസിബിലിറ്റി, ഇഫ് യു ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം കിട്ടുമോ അറിയില്ല. കിട്ടുകയാണെങ്കിൽ
പ്രിയപ്പെട്ടവരെ, എൻ തപനം നാളേക്കെന്നോരോ ദിനവും ഞാൻ തീർപ്പുണ്ടാക്കും, കാലം പോകുന്നു. ഓരോ ദിവസം പറയാണ് നാളെയാവട്ടെ. കാരുണ്യ ലോട്ടറിയുടെ പരസ്യം പോലെയാണ്, നാളെയാവട്ടെ നാളെയാവട്ടെ. എൻ തപനം നാളേക്കെന്നോരോ ദിനവും ഞാൻ തീർപ്പുണ്ടാക്കും, കാലം പോകുന്നു, പിഴ നിലനിൽക്കുന്നു, കൃപ ചെയ്യുക നാഥ. ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. അയാൾ പോണ വഴി ഈ വെള്ളിക്കാശ് കണ്ടു, അല്ല ദേവാലയം കണ്ടു, വെള്ളിക്കാശ് എറിഞ്ഞു. പിറ്റേന്ന് ഈ പള്ളിയുടെ കമ്മിറ്റിക്കാരൊക്കെ ഇതൊക്കെ പറഞ്ഞ് എടുത്തിട്ട് എവിടെ ഇടണം, NCD ആയിട്ട് ഇടണോ അതോ അല്ലാതെ വേണോ? അവരൊരു പറമ്പ് വാങ്ങി, അല്ലേ, പരദേശികളെ സംസ്കരിക്കാൻ. ആ പറമ്പിൻ്റെ പേരെന്താ? രക്തനില മക്കൽധാമ. പക്ഷെ മേടിച്ചപ്പോൾ അതിൻ്റെ പേര് അങ്ങനെ ആയിരുന്നില്ല, കുശവൻ്റെ പറമ്പ്. എന്താ എൻ്റെ അർത്ഥം? ഈ പ്രപഞ്ചത്തിൽ മണ്ണിൻ്റെ സൗന്ദര്യം ഏറ്റവും കൂടുതൽ അറിയാവുന്നൊരു 3 കൂട്ടർക്കാ. 1 കർഷകന്, 2 ശില്പിക്ക്, 3 കുശവന്. അത്ര നല്ല മണ്ണാ കുശവൻ്റെ മണ്ണ്, അത്ര നല്ലതാ. അതാ ഞാൻ പറഞ്ഞേ. പക്ഷെ അതെന്തായി മാറി? രക്തനിലം. എങ്ങനെ? ദൈവാധീനമില്ലാത്ത ധനം, ക്രിസ്തുവില്ലാത്ത വെള്ളിക്കാശ്, ദൈവാധീനതയില്ലാത്ത ധനം കൊണ്ട് നേടുന്നതൊക്കെ എത്ര മനോഹരമായതും രക്തനിലമായേക്കാം. അനുഭവിക്കാൻ യോഗമുണ്ടാവില്ല. നമ്മുടെ കാര്യത്തിലും അങ്ങനെയല്ലേ? പൊന്നോ പണമോ പണ്ടമോ എന്തു ആകാം. ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതിനകത്ത് അപ്പന് വെള്ളം കൊടുക്കാത്തതിൻ്റെ കഥയുണ്ടെങ്കിൽ, അമ്മയെ നോക്കാത്ത കഥയുണ്ടെങ്കിൽ, സഹോദരനെ കണ്ണീര് കുടിപ്പിച്ച കഥയുണ്ടെങ്കിൽ, ഇന്ന് ഞാനും നിങ്ങളും അനുഭവിക്കുന്നത് എനിക്കും ഭാര്യയ്ക്കും, നിങ്ങൾക്കും ഭാര്യയ്ക്കും വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോവും. കുശവൻ്റെ പറമ്പ് തന്നെ. പക്ഷെ ഉറപ്പിച്ച് എഴുതിക്കോണം, നമ്മുടെ കൊച്ചുങ്ങൾക്ക് അത് രക്തനിലമായിരിക്കും. റാന്നിയിൽ തന്നെ ആലോചിക്കൂ, എനിക്കറിയില്ല, പഴയ പല തറവാടുകളും മുടിഞ്ഞു വാരിക്കിടപ്പുണ്ടാവും. എന്താ കാരണം? ഒരു കാലം കൊണ്ട് അങ്ങനെയായി. പണത്തിൻ്റെ കുഴപ്പമായിരുന്നില്ല. ഒറ്റ വാക്കേ പറയാനുള്ളൂ, സുകൃതക്ഷയം. സുകൃതക്ഷയം. ഈ കുശവന്റെ പറമ്പിൽ നിന്ന് രക്തനിലത്തിലേക്കുള്ള ദൂരത്തിൻ്റെ പേര് ദൈവാധീനമില്ലാത്ത തന്നെ. അവസാനിപ്പിക്കട്ടെ. അക്കൽദാമയുടെ താഴ്വരയിൽ പ്രഭാതത്തിൽ ശിരസില്ലാതൊരു മൃതശരീരം ഇങ്ങനെ ചിന്ന ഭിന്നമായി പോയി കിടക്കുന്നു. കാൽവറിയിൽ ഒരു ബലി നടക്കുന്നതിൻ്റെ തമ്പുരാന്റെ തിരുനടം കൊണ്ട് ലോകത്തിന് രക്ഷയുടെ ചരിത്രം എഴുതിയ ആ പ്രഭാതത്തിൽ ആ താഴ്വരയിൽ പ്രിയ ശിഷ്യന്റെ മൃതശരീരം. വാട്ട് എ ട്രാജിക് ഫിനിഷിംഗ്. അർത്ഥം എന്താ? സഭാപ്രസംഗി 6:3 തന്നെ. ഒരു മനുഷ്യൻ 100 വർഷം ജീവിച്ചാലും 100 മക്കൾക്ക് ജന്മം നൽകിയാലും ജീവിതത്തിലെ നല്ല വകകൾ ആസ്വദിക്കാതെയും ഒരു നല്ല അടക്കം കിട്ടാതെയും പോയാൽ അയാളും ഗർഭമലസിപ്പോയ പിണ്ടവും തമ്മിൽ വ്യത്യാസമില്ല. ഒരു നല്ല അടക്കം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. നെടുകെ പിളർന്നു എന്നാണ് അപ്പോസ്തല പ്രവൃത്തികൾ 1:18 എഴുതിയിരിക്കുന്നത്. കൃത്യമാണത്. കാരണം ലൂക്കോസ് ഒരു ഡോക്ടറാണ്. ഹി വാസ് എ ഫിസിഷ്യൻ. സോ ഇറ്റ്സ് ആൻ അനാറ്റമിക്കൽ അനാലിസിസ്. ഇറ്റ്സ് എ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നെടുകെ വിളുന്ന കുടലെന്ന് പറഞ്ഞാൽ കുടൽ തന്നെ. ഇത് വൻകുടലാണോ ചെറുകുടലാണെന്നുള്ളതേ ഉള്ളൂ. എന്തൊരു അവസാനമാണ് ഇത്. ഒരാൾ എങ്ങനെ ഇങ്ങനെ എരിഞ്ഞൊടുങ്ങിപ്പോയി? എങ്ങനെ തുടങ്ങിയ ഒരാളാണ് യൂദ. വാട്ട് എ ഗ്ലോറിയസ് ബിഗിനിങ്. കുഞ്ഞുണ്ണി മാഷ് പാടിയതുപോലെ, ജീവിതം മരണത്തെ പഠിപ്പിക്കുന്നില്ലെന്നും മരണം ജീവിതത്തെ പഠിപ്പിപ്പൂ പലതും. ഈ പുസ്തകം രാത്രി നമുക്ക് അടച്ചു വയ്ക്കാം. 3 ഓർമ്മപ്പെടുത്തലുകൾ കാതിൻ്റെ ചാരെ കണ്ണിൻ്റെ മുന്നിൽ തരികയാണ്. 1, ഏറെ സ്നേഹിക്കുന്നതിനെ ഏറെ വെറുത്തേക്കാം. ചില മുൻഗണനകൾ, ചില പുഴുക്കുത്തുകൾ മനസ്സിൽ ചില ഉണ്ടല്ലോ. പബ്ലിക്കലി അങ്ങനെയല്ലല്ലോ. 2, ടൈം ഓഫ് മിസ്കാൽക്കുലേഷൻസ്. ചില നോകൾക്കപ്പുറം മറ്റൊരു എസ്സിന് വരെ കാത്തിരിക്കാൻ പറ്റുമോ? ഒരു മഹാമിടുക്കൻ്റെ കണക്ക് പുസ്തകം ചിതലരിച്ച രാത്രി. ഒരു വലിയ എക്കണോമിസ്റ്റിൻ്റെ എക്കണോമിക്സ് കടലെടുത്ത രാത്രി. 3,
ലക്ഷ്യമില്ലാത്ത കുറ്റബോധം. ഒരാൾ ആത്മഭാരത്തിൻ്റെ കണ്ണുനീരുകൊണ്ട് അനുതാപത്തിൻ്റെ പുഴ നീന്തിക്കടന്നപ്പോൾ ശീമോനാണത്. മറ്റൊരാൾ ആത്മനിന്ദയുടെ കണ്ണുനീരുകൊണ്ട് ചാവുകടലിൽ മുങ്ങിപ്പോയി എന്ന് വേണമെങ്കിൽ കുറിച്ചു വച്ചോളൂ. ഈ രാത്രി ഈ വിചാരങ്ങൾ നമ്മെ പ്രകാശിപ്പിക്കട്ടെ. ഇത് ഓർമ്മപ്പെടുത്തലുകളുടെ വാക്യമാണ്, ഇത് മുറിപ്പെടുത്തലുകളുടെ വാക്യമാണ്. കരിപിടിച്ച കറുത്ത നമ്മുടെ വർത്തമാന ജീവിതത്തിന് നേരെയുള്ള ദർപ്പണമാണ് ഈ വെള്ളി നാണയങ്ങൾ. ഈ വെള്ളി നാണയങ്ങളിൽ ഈ രാത്രി ഞാൻ എന്നെ തന്നെ കാണുന്നു. എൻ്റെ പ്രിയ സ്നേഹിത, നിങ്ങൾക്ക് നിങ്ങളെയും കാണാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി സ്തോത്രം. ഈ ക്ഷണത്തിന്, ഈ വലിയ യോഗത്തിൻ്റെ നിയോഗത്തിന് വളരെ വിനയപൂർവ്വം ഞാൻ നന്ദി പറയട്ടെ. എല്ലാവരോടും, അഭിവന്ദ തിരുമേനിയോടും എല്ലാ സ്നേഹിതരോടും പട്ടക്കാരോടും ദൈവജനത്തോടും നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.